ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ സന്നിധരായിരിക്കുന്ന എൻ്റെ എല്ലാ വാത്സല്യ സഹോദരീ സഹോദരന്മാരെയും ദൈവദാസന്മാരെയും ദൈവമക്കളെയും നല്ലവരായ ദേശനിവാസികളെയും എൻ്റെ സ്നേഹാദരവുകളെയും സ്നേഹവന്ദനത്തെയും വ്യക്തിപരമായുള്ള ബഹുമാനത്തെയും ഈ രാത്രിയിൽ അറിയിക്കുകയാണ്. ബ്ലസ് കണ്ടല 2026 എന്ന ഈ സുവിശേഷ യോഗത്തിൻ്റെ ഈ ശനിയാഴ്ച രാത്രിയിൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യേ നിൽക്കുവാൻ സർവദയാലുവായ ദൈവം എന്നോട് കാണിച്ച കരുണയ്ക്കും നൽകിയ സാക്ഷ്യത്തിനും നിർത്തിയ കൃപയ്ക്കും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷാൽ ക്രിസ്തുവിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പാസ്റ്റർ ഷിമോൻ അവർകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 10-ലധികം വർഷമായിട്ടുള്ള ഒരാത്മബന്ധം, സ്നേഹബന്ധം, സുഹൃത്ത് ബന്ധം, പ്രാർത്ഥനയുടെ ബന്ധം ബഹുമാനി കർത്തൃദാസനുമായിട്ടുണ്ട്. ഈ കർത്താവിൻ്റെ ദാസൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മിനിസ്ട്രിക്കും ശുശ്രൂഷകൾക്കുമെല്ലാം വളരെ അനുഗ്രഹമാണ്. നിങ്ങൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. പല സന്ദർഭങ്ങളിലും ഈ സഭയുടെ പ്രാർത്ഥന, ദൈവദാസൻ്റെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹത്തിനും നിലനിൽപ്പിനും വിടുതലിനും കാരണമായിട്ടുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയ്ക്ക് നന്ദി. അപ്പോൾ തന്നെ വേദിയിലായിരിക്കുന്ന മറ്റ് ബഹുമാനരായ എല്ലാ കർത്താവിൻ്റെ അഭിഷിക്തന്മാരോടുമുള്ള എൻ്റെ വ്യക്തിപരമായ ബഹുമാനത്തെ, സ്നേഹത്തെ, ആദരവിനെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച എൻ്റെ പ്രിയ സഹോദരൻ ഷിജിന്, മറ്റ് വർഷിപ്പ് ടീം, കൊയർ, ഈ ലൈവിലൂടെ ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ടവർ, വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചവർ, സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നവർ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ രാത്രി ദൈവം നമ്മളോട് ഇടപെടുന്ന രാത്രിയാണ്. എത്ര പേർ കർത്താവിൻ്റെ സാന്നിധ്യത്തെ ബഹുമാനിക്കുന്നു? ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടൊരു ബഹുമാനമുള്ള ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഓണർ ചെയ്യുന്നവർ ആ കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ചേ. കഴിഞ്ഞ രാത്രികളിൽ അനുഗ്രഹീതരായ കർത്താവിൻ്റെ അഭിഷിക്തന്മാരിലൂടെ ദൈവിക സന്ദേശങ്ങളെ നാം കേട്ടു. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പർശനം നമുക്കുണ്ടാകുവാൻ അധരങ്ങൾ തുറന്ന് അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷകളിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. 10,000ങ്ങളിൽ സുന്ദരനായ അതിശ്രേഷ്ഠനായ രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാദി ദേവനുമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഈ രാത്രിയിൽ ശബ്ദമുയർത്തി വായുകൾ തുറന്ന് സ്തുതിക്കുവാൻ തുടങ്ങിയാട്ടെ. യഹോവയുടെ മഹത്വം ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രിയിൽ ഇറങ്ങി വരട്ടെ. കടൽ വെള്ളം കൊണ്ട് മൂടിക്കിടക്കുന്നത് പോലെ ദൈവത്തിന്റെ മഹത്വം ദേശത്തെ കവർ ചെയ്യുമെന്നുള്ള വചനത്താൽ, ഓ ഹല്ലേലൂയ, 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 എന്നാണ് എൻ്റെ മഹത്വം എൻ്റെ ദേശത്തിന്റെ മേൽ വെളിപ്പെടുമെന്ന വചനത്താൽ എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശബ്ദമുയർത്തി സ്തുതിക്കാൻ തുടങ്ങി. സ്തുതികളുടെ മേൽ വസിക്കുന്ന, ആരാധനകളുടെ മേൽ വസിക്കുന്ന ആൽഫയും ഒമേഗയും അത്ഭുതത്തിന്റെ മന്ത്രിയും വീരനായ ദൈവവും നിത്യ പിതാവും സമാധാനത്തിന്റെ പ്രഭുവുമായ ദൈവത്തെ, രാജാതിരാജാവിനെ ആ കൈകളെ ഉയർത്തി ചില മിനിറ്റുകൾ സ്തോത്രം ചെയ്യാൻ തുടങ്ങിയാണ്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചവനായി, വെള്ളോട്ടിന് സദൃശമായ കാലുകളുള്ള പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ ശബ്ദമുയർത്തി ന്യായം വിധിക്കുന്ന സൈന്യാധിപനായ സകല ദൂതന്മാർക്കും ആഹ്വാനം നൽകുന്നവൻ. ഓ താങ്ക് യു ലോർഡ്. പരിശുദ്ധൻ, പരിശുദ്ധൻ. വായുകൾ തുറന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം പരിശുദ്ധൻ, എൻ്റെ ദൈവം പരിശുദ്ധൻ. യു ആർ ഹോളി. ഓ താങ്ക് യു ലോർഡ്. സുന്ദരനേ, അതിശയനേ, മനോഹരനേ, എൻ പ്രിയനേ, സുന്ദരനേ, അതിശയമേ, മഹോന്നതനേ, എൻ പ്രിയനേ. 10,000ങ്ങളിൽ നീ മാത്രം ശ്രേഷ്ഠൻ, എൻ സ്നേഹമാ പ്രിയനേ. ശാരോനിൻ പുഷ്പമേ, താഴ്വരയിൻ താമരേ, അവനെ ഞാൻ കണ്ടെത്തി.
സുന്ദരനേ അതിശയനേ മഹോന്നതനേ എൻ പ്രിയനേ സുന്ദരനേ അതിശയനേ മഹോന്നതനേ എൻ ശബ്ദമുയർത്തി പരിശുദ്ധനേ ആരാധ്യനേ യോഗ്യനേ യേശുവേ കൈകൾ ഉയർത്തി പാടിയേ പരിശുദ്ധനേ ആരാധ്യനേ യോഗ്യനേ യേശുവേ ശബ്ദമുയർത്തി പരിശുദ്ധനേ പരിശുദ്ധനേ ആരാധ്യനേ ആരാധ്യനേ യോഗ്യനേ യോഗ്യനേ യേശുവേ യേശുവേ ഒരിക്കൽ കൂടെ പരിശുദ്ധനേ പരിശുദ്ധനേ ആരാധ്യനേ യോഗ്യനേ യേശുവേ പരിശുദ്ധനേ ആരാധ്യനേ in the name of Jesus Lord Holy Spirit of God I thank you Lord യേശുവേ അഭിഷേകം പ്രാപിച്ചവർക്ക് കരങ്ങൾ അടിക്കുന്നവർക്ക് കരങ്ങൾ അടിക്കാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം സ്തുതിക്കുന്നവർക്ക് സ്തുതിക്കാം പരിശുദ്ധനേ താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആൽഫയും ഒമേഗയും അത്ഭുതത്തിന്റെ മന്ത്രിയും വീരനായ ദൈവവും നിത്യപിതാവും സമാധാനത്തിന്റെ പ്രഭുവുമായ ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അവരെ ജയിക്കുകയില്ല എന്നരുളി ചെയ്ത യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ക്ഷേമെടുക്കുന്നു കർത്താവേ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ക്ഷേമെടുക്കുകയാണ് വിടുതലിനെ ഞങ്ങൾ കൽപ്പിക്കുന്നു ജയത്തെ ഞങ്ങൾ കൽപ്പിക്കുന്നു എല്ലാ പൈശാചിക വ്യാപാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഉടച്ചു കളയുന്ന കർത്താവേ എല്ലാ ഇരുളിന്റെ ശക്തികളും വഴിമാറി പോകട്ടെ എല്ലാ പാതാള ഗോപുരങ്ങളും യേശുവിന്റെ നാമത്തിൽ വഴിമാറി പോകട്ടെ സൗഖ്യത്തിന്റെ കരം വിടുതലിന്റെ കരം സമാധാന പ്രഭുവിന്റെ സാന്നിധ്യം രക്ഷയുടെ സന്തോഷം ആരാധനയുടെ ജയം ക്രൂശിന്റെ ബലം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കട്ടെ എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ കരങ്ങളെ ചേർത്ത് അടിച്ചതരങ്ങളെ തുറന്ന് രാത്രിയിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നന്ദി പറഞ്ഞാൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം ഈ രാത്രിയിൽ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വേദഭാഗത്തിൽ ഞാൻ വായിക്കുകയാണ്. 1, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. 2, ശക്തി ലഭിച്ചിട്ട്. 3, ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല, എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മിൽ മാറ്റം വരുത്തും. ദൈവത്തിന്റെ വചനത്തെ ആർക്കും രൂപാന്തരപ്പെടുത്തുവാൻ സാധ്യമല്ല. അത് സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായി ഇരിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം നമുക്ക് രൂപാന്തരം നൽകും. മാറ്റമില്ലാത്തതും നമ്മിൽ മാറ്റം വരുത്തുന്നതും ആർക്കും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്തതും നമുക്ക് രൂപാന്തരം നൽകുന്നതുമാണ് ജീവനുള്ള ദൈവത്തിന്റെ വചനം. ഈ വചന ശുശ്രൂഷ
ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയക്കപ്പെടുന്ന ദൈവവചനം അതിന്റെ പ്രവൃത്തികൾ ചെയ്തിരിക്കും. 107-ാം സങ്കീർത്തനം 20-ാം വാക്യം പറയുന്നു, അവൻ തന്റെ വചനത്തെ അയച്ച് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ പുറപ്പെടുന്ന ദൈവവചനം മാറാ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന രാത്രിയാണ്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു. എത്ര മഹാപാപിയെയും എത്ര അശുദ്ധനെയും ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം വിശുദ്ധീകരിക്കും. ആമേൻ. ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും അത് കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ എത്ര ശപിക്കപ്പെട്ട കുടുംബങ്ങളും തിരുവചനത്തിന്റെ കേൾവിയാൽ തിരുവചനത്തിന്റെ ശക്തിയാൽ അനുഗ്രഹീതരായി മാറും. അങ്ങനെയാണെങ്കിൽ മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ അതിപ്രധാനപ്പെട്ട 3 വസ്തുതകൾ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുകയാണ്. 1, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരണം. 2, നിങ്ങൾക്ക് ശക്തി ലഭിക്കണം. 3, നിങ്ങൾ സാക്ഷികൾ ആകണം. ഇതിലെ ഒരു കാര്യം സംഭവിച്ചാൽ ബാക്കി 2 കാര്യങ്ങൾ തനിയെ നടക്കും. ഇതിലെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ ബാക്കി 2 കാര്യം നടക്കില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിരിക്കും, നിങ്ങൾ സാക്ഷിയായിരിക്കും. നിങ്ങൾ സാക്ഷിയാകുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ടില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ചും ഈ കാലഘട്ടത്തിൽ പ്രസംഗങ്ങളിൽ പലയിടത്തും പരിമിതമായ അറിവുകളും പരിമിതമായ സംഭാഷണങ്ങളും പരിമിതമായ പ്രഭാഷണങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ മറ്റ് പല കാര്യങ്ങളും പ്രഭാഷണങ്ങളിൽ ഉൾപ്പെടുത്തുകയും സുവിശേഷ വേദികളിൽ പ്രസംഗിക്കപ്പെടുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്കും പ്ലസ് കണ്ടളയുടെ ഈ 31ാമത് ജനറൽ കൺവെൻഷനിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്കും ഈ പ്രസ്ഥാനം, ഇതിന് നേതൃത്വം വഹിച്ചവർ, ഇതിന്റെ ദർശനമേറ്റെടുത്ത ദൈവദാസൻ ഈ ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മപ്രവൃത്തികൾക്കും ആത്മശക്തിക്കും പ്രാധാന്യത നൽകിയത് കൊണ്ടാണ് ഇന്ന് രാത്രി ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നതിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. നിങ്ങൾ അതിന് ആമീൻ പറഞ്ഞാലും ഇല്ലെങ്കിലും, നിങ്ങൾ കൈകൊട്ടിയാലും ഇല്ലെങ്കിലും, പിന്തുണച്ചാലും ഇല്ലെങ്കിലും, വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതിനെന്താണ് ആധാരം? അതിനെന്താണ് മാനദണ്ഡം? അതിനെന്താണ് കർത്തൃദാസന്റെ കയ്യിൽ ഞങ്ങൾക്ക് തരാനുള്ള തെളിവുകൾ? 1000 തെളിവുകളോ 1000 വചനങ്ങളോ അതിനില്ല. സകല വചനങ്ങളുടെയും ഉറവിടമായ വഴിയും സത്യവും ജീവനും വെളിച്ചവുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതമാണ് അതിന്റെ ആധാരം. ഇന്ന് രാത്രിയിൽ യേശുവിൽ വിശ്വസിക്കുന്നവരും യേശുവിനെ ആരാധിക്കുന്നവരും യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതുമായ ഒരു കൂട്ടമാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് തൻ്റെ 33.5 വർഷക്കാലത്തെ ശുശ്രൂഷയിലും ജീവിതത്തിലും ഏറ്റവും പ്രാധാന്യത കൽപ്പിച്ചത് പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്കുമാണ്. യേശുവിനെയാണ് ഞാൻ മാതൃകയാക്കുന്നത്, യേശുവിനെയാണ് ഞാൻ അനുഗമിക്കുന്നത്, യേശുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്നുള്ളവർ ഒന്ന് കൈകൾ ഉയർത്തി കാണിച്ചാൽ സന്തോഷമായിരുന്നു. കാരണം എബ്രായർ 3:1 രേഖപ്പെടുത്തിയിരിക്കുന്നു, അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധ
ശ്രദ്ധിച്ചു നോക്കുക. വായി തുറന്ന് പറഞ്ഞ് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അലസരായിരിക്കുന്ന ആളിനോട് തോളത്ത് തട്ടിയിട്ട് പറഞ്ഞ് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അപ്പുറത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്ത് പറഞ്ഞ് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എങ്ങനെയെങ്കിലും നോക്കുകയല്ല, അലസരായി നോക്കുകയല്ല, വിമർശനത്തോടെ നോക്കുകയല്ല. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിലേക്ക് കണ്ണുകളെ ഉറപ്പിച്ച് അവനെ ശ്രദ്ധിച്ചു നോക്കുക. ഇന്ന് രാത്രിയിൽ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ, യേശുവിനെ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം യേശു തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു ശുശ്രൂഷയും നടക്കില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 21, 22, 23 വാക്യങ്ങളിലാണ് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിനെ കുറിച്ച് തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. എപ്പോൾ? യേശു പ്രാർത്ഥിക്കുമ്പോൾ. പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഇവിടെ? യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. ഈ 2026 പ്രാരംഭ മാസത്തിൽ ആയിരിക്കുന്ന വിശ്വാസ സമൂഹത്തോട്, ദൈവമക്കളോട് പ്രവചനികമായ നിലയിൽ ഒരു ദൈവ ശബ്ദത്തെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ റിലീസ് ചെയ്യുകയാണ്. ഈ 2026 എന്ന വർഷത്തിൽ പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ ഒരു തുറക്കപ്പെട്ട സ്വർഗം വെളിപ്പെടാൻ പോവുകയാണ്. ഒരു തുറക്കപ്പെട്ട സ്വർഗം, ഒരു ഓപ്പൺ ഹെവൻ. ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിന്റെ മുകളിൽ ഒരു തുറക്കപ്പെട്ട സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേർ ഇതിന്റെ മധ്യയിലുണ്ട്? അങ്ങനെ ഒരു തുറക്കപ്പെട്ട സ്വർഗം എനിക്ക് മുകളിലുണ്ടെങ്കിൽ ആ തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്നതായ സകല വിടുതലുകളും നിന്റെ മേലും, നിന്റെ കുടുംബത്തിന്റെ മേലും, നിന്റെ തലമുറയുടെ മേലും, നിങ്ങളുടെ സഭ മേലും, ശുശ്രൂഷ മേലും, നിന്റെ ദേശത്തിന്റെ മേലും ഇന്ന് രാത്രിയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ഇരിക്കാൻ വിളിക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ അധരമടച്ചിരിക്കുകയല്ല, കൈകെട്ടിയിരിക്കുകയല്ല. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, കണ്ടളയോട്, കാട്ടാക്കടയോട്, തിരുവനന്തപുരം ദേശത്തോട്, ഈ ജനറൽ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവരോട്, നിങ്ങളെ ഒരു തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിരിക്കുന്നത് കരം കെട്ടിയിരിക്കാനല്ല, വായി മൂടിയിരിക്കാനല്ല, അലസരായിരിക്കാനല്ല. തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളെ ദൈവം കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് ആമീൻ, ആ തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് ഒഴുകപ്പെടുന്ന വിടുതലുകളെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ്. ബൈബിൾ പറയുന്നു, അവൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ അവന്റെ മേൽ. ഞാൻ പ്രിയ ദൈവമക്കളോട് സ്നേഹാദരവോടെ അറിയിക്കുന്നൊരു കാര്യം, എത്ര തവണ ഈ സന്ദേശത്തിന്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു എന്നുള്ളത് ഒന്ന് എണ്ണിക്കോ, ഒന്ന് കൗണ്ട് ചെയ്തോ. ഇപ്പൊ ഞാൻ പറഞ്ഞത് 2ാമത്തെ വാക്കാണ്. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ എന്താ വായിച്ചത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഇന്ന് രാത്രിയിൽ ഇവിടെ നിരത്തിയിട്ടിരിക്കുന്ന കസേരയുടെ മേളിലല്ല, ഇന്ന് രാത്രിയിൽ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്ന സ്പീക്കറുകളുടെ മേളിലല്ല, ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിധരായിരിക്കുന്ന ജീവനുള്ള ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശു കർത്താവിന്റെ മേൽ വന്നു. യേശുവിന്റെ മേൽ വന്നു. അടുത്ത വാക്യത്തിൽ എന്നാ പറയുന്നറിയാവോ? അവൻ തന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. യേശു തന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് തന്റെ മേൽ പരിശുദ്ധാത്മാവ് വരാൻ താൻ വെയിറ്റ് ചെയ്തു. പരിശുദ്ധാത്മാവ് തന്റെ മേൽ വരാതെ യേശു തന്റെ പ്രവൃത്തി ആരംഭിച്ചില്ല. ഹല്ലേലൂയ. നല്ലൊരു തുടക്കവും നല്ലൊരു ഒടുക്കവും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരിവിടെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ തുടങ്ങുക.
ആത്മാവിൽ തുടങ്ങുക. ആത്മാവിൽ തുടങ്ങിയവന് ആത്മാവിൽ ഒരു ഒടുക്കം ഉണ്ടാകും. എന്നാൽ ഓർത്തോ, ആ ഒടുക്കം ഒരടക്കം കൊണ്ട് തീരില്ല. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈകളെ അടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ഇവിടെ യേശു കർത്താവിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പക്ഷെ ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ശുശ്രൂഷിക്കുന്ന ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ കഴിഞ്ഞ ദിവസവും ഇവിടെ കല്ലിയൂർ കൺവെൻഷനിൽ ശുശ്രൂഷിപ്പാൻ ഞാൻ കടന്നു വന്നു. ഓരോ ദിവസവും ഇങ്ങനെ ഓരോ മീറ്റിങ്ങിലും കർത്താവ് അയക്കുന്നിടത്തൊക്കെ ശുശ്രൂഷയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പലതവണ ബ്ലസ് കണ്ടളയിൽ മീറ്റിങ്ങിൽ ശുശ്രൂഷിപ്പാൻ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ എനിക്കൊരു ബോധ്യം ലഭിക്കുന്നത്, ഇന്ന് രാത്രിയിൽ ഒത്തിരി ജീവിതങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന പലരും പരിശുദ്ധാത്മ ശക്തി എന്തെന്ന് അനുഭവിക്കാൻ പോകുന്ന, അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്ത നൂറുകണക്കിന് വ്യക്തികൾ ഇന്ന് രാത്രിയിൽ അഭിഷേകത്തിൽ നിറയുന്ന, ദൈവശക്തിയിൽ നിറയുന്ന ഒരു ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊതിക്കുന്ന കൃപാവരങ്ങളെ, ദൈവീക കൃപാദാനങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിക്കുവാൻ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുന്ന ഒരു തലമുറയുടെ മേളിൽ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കിനെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പകരുന്ന രാത്രിയാണ്. അത് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നു. തീർന്നില്ല. ലൂക്കോസ് 4:13, ലൂക്കോസ് 4:1 ഞാൻ ആദ്യം വായിക്കാം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പരിശുദ്ധാത്മാവിൽ നിറയുക. ഹല്ലേലൂയ. ഈ കപ്പാസിറ്റി അനുസരിച്ചാണ് നിറയ്ക്കുന്നത്. എന്നാൽ ദൈവം നിറയ്ക്കുന്നത് അങ്ങനെയല്ല. 1 കിലോയുടെ ഗോതമ്പ് പൊടി കീറുന്ന 1 കിലോ പൊടി കൊള്ളുന്ന കുപ്പിക്കകത്ത് 1 കിലോ ഗോതമ്പ് പൊടി നിറഞ്ഞു കഴിയുമ്പോൾ അത് ഫുള്ളാവും. പിന്നെ അതിങ്ങനെ കുലുക്കി ഇളക്കിയൊക്കെ കുറച്ചുകൂടി ഇടാം. അവനപ്പുറം അതിൽ കയറൂല. അവിടെ കൊണ്ട് നിങ്ങൾ കുപ്പിയുടെ അടപ്പ് അടച്ചിരിക്കും. കാരണം നിങ്ങൾക്ക് മനസ്സിലായി ഇതിനകത്ത് ഇത്രേ കയറുള്ളൂ എന്ന്. പിന്നെ ബാക്കിയുള്ളത് വേറെ ഏതേലും കുപ്പിക്കകത്ത് നിങ്ങൾ ഇട്ട് വയ്ക്കും. പക്ഷെ ദൈവം അങ്ങനല്ല. മുട്ടോളം അല്ല, അരയോളം അല്ല, നീന്തിയിട്ടല്ലാതെ കയറാൻ കഴിയാത്ത ആത്മപ്രവാഹത്തിലേക്ക് ഇന്ന് രാത്രിയിൽ അവൻ നിന്നെ വലിച്ചിറക്കും. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടോ? ഹല്ലേലൂയ. ദൈവമോ തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല പ്രിയപ്പെട്ടവരെ. മക്കൾ അപ്പം ചോദിച്ചാൽ അവൻ കല്ല് കൊടുക്കത്തില്ല, മീൻ ചോദിച്ചാൽ തേളിനെ കൊടുക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? സ്വർഗസ്ഥനായ തന്റെ പിതാവിനോട് യാചിക്കുന്നവർക്ക്, അടുത്ത വാക്യം പറയണം, സ്വർഗസ്ഥനായ തന്റെ പിതാവിനോട് യാചിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. എത്രയധികം. അടുത്തിരിക്കുന്ന ആളോട് പറയാവോ, അളവില്ലെന്ന് പറയാവോ? എത്രയധികം കൊടുക്കും. കണ്ടോ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അല്ലേ. ഇനി ലൂക്കോസ് 4:13-14 വാക്യത്തിൽ വരുമ്പോ, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ആത്മനിറവിൽ നിന്ന് ആത്മശക്തിയിലേക്ക്. ഞാനതാ പറഞ്ഞത്, ഇതിന് പരിധിയില്ല, പരിമിതിയില്ല. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടൊക്കെയും പരന്നു. ഫേസ്ബുക്ക് വഴിയല്ല, ഇൻസ്റ്റഗ്രാം വഴിയല്ല, ചാനലുകൾ വഴിയല്ല, നോട്ടീസോ ഫ്ലെക്സോ വഴിയല്ല,
അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടൊക്കെയും പരന്നതിന്റെ കാരണം അവൻ ക്യാരി ചെയ്ത, അവൻ വഹിച്ച, അവനിൽ വെളിപ്പെട്ട ദൈവശക്തി ജനം തിരിച്ചറിയാൻ തുടങ്ങി. കൈകളൊന്ന് അടിച്ചെന്ന് രാത്രി കർത്താവിന് നന്ദി പറഞ്ഞേ. അവൻ ക്യാരി ചെയ്ത, അവൻ വഹിച്ച ദൈവശക്തി ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നാൽ നീ വേദികൾ തേടി പോകില്ല, വേദികൾ നിന്നെ തേടി വരും. നീ ഒന്നിന്റെ പുറകിൽ പോകുന്നവനായിരിക്കില്ല, സകലതും നിന്റെ പുറകിൽ വരും. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. പുരുഷാരം അവനെ അന്വേഷിച്ചതുപോലെ അഭിഷേകത്തെ വഹിക്കുന്ന ഒരു തലമുറയെ ഈ കാലഘട്ടത്തിന് ആവശ്യമുണ്ട്. ഇവിടെ ഒത്തിരി പഠിത്തക്കാരുണ്ട്, ഇവിടെ ഒത്തിരി കഴിവുള്ളവരുണ്ട്, ഇവിടെ ഒത്തിരി ബുദ്ധിമാന്മാരുണ്ട്. എന്നാൽ നുകങ്ങളെ തകർക്കുന്ന, നുകങ്ങളെ തകർക്കുന്ന, ബന്ധനങ്ങളെ തകർക്കുന്ന, കാരാഗൃഹത്തിന്റെ ചങ്ങലകളെ പൊട്ടിക്കുന്ന, ദൈവത്തിന്റെ അഭിഷേകം വഹിക്കുന്ന, ആമേൻ, തലമുറകളെ വിടുവിച്ചെടുക്കുന്ന, ദൈവശക്തി വഹിക്കുന്ന ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുകയാണ്. ഇന്ന് രാത്രി ആരാധിക്കുന്നവർ ആരാധിച്ചോ, സ്തുതിക്കുന്നവർ സ്തുതിച്ചോ, ആമേൻ, കരമടിക്കുന്നവർ കരമടിച്ചോ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഈ ഗ്രൗണ്ടിന് മേൽ വ്യാപരിക്കട്ടെ. ഒരു ജനറേഷനെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കട്ടെ. അസ്ഥിത്താഴ്വരകളെ സൈന്യമാക്കി തീർക്കുവാൻ, ആമേൻ, അസ്ഥിത്താഴ്വരകളെ സൈന്യമാക്കി തീർക്കുവാൻ, രാജ്യങ്ങളോട് ദേശങ്ങളോട് പ്രവചിക്കുവാൻ, കുടുംബങ്ങളെ വിടുവിച്ചെടുക്കുവാൻ, ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുവാൻ, പ്രവചനത്തിന്റെ ശബ്ദത്തോടെ, ആത്മാവിന്റെ വീര്യത്തോടെ ഒരു തലമുറയെ സ്വർഗം ഇതിൽ എഴുന്നേൽപ്പിക്കട്ടെ. ഇത് പിശാചിന്റെ കാലമല്ല, ഇത് തലതകർന്ന ലൂസിഫറിന്റെ കാലമല്ല, ഇത് അപവാദിയുടെ കാലമല്ല, ഇത് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതിനാൽ ഇത് പരിശുദ്ധാത്മാവിന്റെ ടൈമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ ടൈമാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? ഇത് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ്. നിങ്ങൾ ഓർക്കണം, ഒരു ദൈവ പൈതലിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, അവന് ദൈവത്തോടുള്ള ബന്ധം. രണ്ട്, അവൻ വഹിക്കുന്ന ദൈവശക്തി. മനസ്സിലായോ? ഒരു ദൈവ പൈതലിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന രണ്ട് ഘടകങ്ങൾ. ഒന്ന്, അവന് ജീവനുള്ള ദൈവത്തോടുള്ള ബന്ധം. ഞാൻ ചോദിക്കട്ടെ, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാ? മാർത്തയുടെയും അവളുടെ സഹോദരിയായ മറിയയുടെയും ഗ്രാമമായ ബഥാനിയ. അവിടെ ലാസർ എന്ന അവരുടെ സഹോദരൻ ദീനമായി കിടന്നു. ഞാൻ ചോദിക്കട്ടെ, മാർത്തയുടെയും അവളുടെ സഹോദരിയായ മറിയയുടെയും ഗ്രാമം മാത്രമാണോ ബഥാനിയ? അവര് മാത്രമേ ഉള്ളൂ ആ ഗ്രാമത്തിൽ. പക്ഷെ അന്നും ഇന്നും ഇനി എന്നും ആ സ്ഥലം അറിയപ്പെടുന്നത് ആ കുടുംബത്തിന്റെ പേരിലായിരിക്കും. ഞങ്ങൾ പല തവണ, എനിക്ക് തോന്നുന്നു ജിജി പാസ് തന്നെ എൻ്റെ കൂടെ 5 തവണ വന്നിട്ടുണ്ട്. 10-ലധികം തവണ ഞാൻ ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ കൂട്ടായ്മ ഉള്ളത് കൊണ്ട് അവിടെ ഇടയ്ക്ക് പോകാറുണ്ട്. ആ സ്ഥലത്ത് പോകുമ്പോൾ ഒക്കെ ഞങ്ങൾ ഈ ബഥാനി പോകും. ഗലീലയിൽ, ബഥാനിയിൽ, പാലസ്തീൻ, ഈ സ്ഥലങ്ങളിൽ പോകും. ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഈ മാർത്തയുടെയും മറിയയുടെയും വീട് കാണാൻ വരുന്നത്. ആയിരങ്ങളാണ് ലാസറിന്റെ കല്ലറ കാണാൻ വരുന്നത്. ലോകത്തിൽ എല്ലാവർക്കും ഒറ്റ കല്ലറയുള്ളൂ. 2 വണ്ടിയുള്ളവരുണ്ട്, 2 വീടുള്ളവരുണ്ട്, 4 വീടുള്ളവരുണ്ട്. പക്ഷെ ആർക്കും 2 കല്ലറ കാണുകയില്ല. പക്ഷെ ലാസറിന് മാത്രമേ ഉള്ളൂ 2 കല്ലറ. പ്രൈസ് ദി ലോർഡ്. ലാസറിന് 2 കല്ലറയുണ്ട്. ഒരെണ്ണം ഇവിടെയുണ്ട്, ഒരെണ്ണം യൂറോപ്പിൽ, ഒരെണ്ണം പാലസ്തീനിലും ഉണ്ട്, ഒരെണ്ണം യൂറോപ്പിലും ഉണ്ട്. അവിടുത്തെ കല്ലറ ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം കർത്താവ് അവനെ ഉയർപ്പിച്ചുകൊണ്ട് പോയി. പിന്നെ യൂറോപ്പിലാണ് അവിടുത്തെ ബിഷപ്പായി അദ്ദേഹം മരണപ്പെടുന്ന. ആ ചരിത്രത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ ഈ സ്ഥലം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത്, ഈ വീട് മറ്റുള്ള വീടുകളിൽ നിന്ന് വ്യത്യസ്തമായത്, അന്നും ഇന്നും ഇനി എന്നും ആ കുടുംബത്തിന്റെ പേരിൽ ഈ സ്ഥലം അറിയപ്പെടുന്നതിന് 1000 കാരണങ്ങളില്ല. ഒറ്റ കാരണേ ഉള്ളൂ. ആ കുടുംബത്തിന് യേശുവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു.
പ്രൈസ് ദി ലോർഡ്. കവർന്നഹോമിൽ ഒത്തിരി വീടുകളുണ്ട്. പക്ഷെ മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ പക്ഷവാതക്കാരനെ മേൽക്കൂര പൊളിച്ച് കിടക്കയോടെ ഇറക്കി വെച്ച വീട് ആ പട്ടണത്തിലെ മറ്റ് വീടുകളിൽ നിന്ന് വ്യത്യസ്തമായതിന്റെ കാരണം യേശുവിന് ശുശ്രൂഷിപ്പാൻ ആ വീടിന്റെ കതക് തുറന്നു കൊടുത്തതാണ്. ലോകത്തിൽ ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നു, പല വിവാഹങ്ങളും വിവാദങ്ങളാകുന്നു. പക്ഷേ അന്നും ഇന്നും എന്നും പ്രശസ്തമായ ഒരു കല്യാണവും കല്യാണ വീടും കല്യാണ സ്ഥലവും ഉണ്ട്. അത് കാനാവിലെ കല്യാണമാണ്. കാനാവിലെ കല്യാണം മറ്റുള്ള കല്യാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത് കേറ്ററിംഗ് സർവീസ് കൊണ്ടല്ല, ഡെക്കറേഷൻ കൊണ്ടല്ല, ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ടല്ല, യേശു ആ കല്യാണത്തിന് വന്നതുകൊണ്ടാണ്. ക്രിസ്മസിന്റെ സമയമാകുമ്പോ തൊഴുത്തുകൾ 5 സ്റ്റാർ ഹോട്ടലിന്റെ റിസപ്ഷനിൽ വരെ ചെറിയ ചെറിയ തൊഴുത്തുകൾ ഉണ്ടാക്കി വെക്കണം. ആരും കന്നുകാലിപ്പുര എഴുത്തിൽ തൊഴുത്ത് വീടിന്റെ മുമ്പിൽ പണിയില്ല. 7 സ്റ്റാർ ഹോട്ടലിന് മുമ്പിൽ ആരും തൊഴുത്തുണ്ടാക്കില്ല. പക്ഷേ കാലിത്തൊഴുത്തിന് വിലയുണ്ടായി. നസ്രായൻ അതിൽ കുറച്ച് മിനിറ്റ് കടന്നപ്പോൾ ശാപത്തിന്റെ അടയാളമായ ക്രിമിനലുകളെ കുരിശിക്കുന്ന, ക്രിമിനലുകളെ തൂക്കിക്കൊല്ലുന്ന, ക്രിമിനലുകളെ കൊന്നുകളയുന്ന, കൊടും കുറ്റവാളികളെ ഇല്ലായ്മ ചെയ്യുന്ന കുരിശ് ക്രിസ്ത്യാനിറ്റിയുടെ സിംബലായി മാറി. എന്റെ കർത്താവ് ആ ക്രൂശിൽ തൂങ്ങിയതിനാൽ യേശു വന്ന വീട് മറ്റുള്ള വീടുകളിൽ നിന്ന് വ്യത്യസ്തമായെങ്കിൽ, യേശു വന്ന കല്യാണം മറ്റുള്ള കല്യാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായെങ്കിൽ, കർത്താവ് തൊട്ടതും കർത്താവ് ഇരുന്നതും കർത്താവ് കയറിയതും കർത്താവ് കിടന്നതും കർത്താവ് കാൽ ചവിട്ടിയതും മറ്റുള്ളത് വ്യത്യസ്തമായെങ്കിൽ, ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ അഖിലാണ്ടത്തെ മുഴുവൻ ചമച്ചവനായ ഈ സർവശക്തനായ ദൈവം കടന്നു വന്നെങ്കിൽ നീ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്. കാരണം നിന്നെ വ്യത്യസ്തമാക്കുന്നത് ഈ ദൈവത്തോടുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് ഏലിയാവ് പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. ഞാൻ സേവിച്ചിരുന്നതല്ല, ഞാൻ സേവിച്ചു കുഴഞ്ഞതല്ല. ഒന്നും കൂടെ പറയാം, മിണ്ടുന്നില്ല. ഞാൻ സേവിച്ചിരുന്നതല്ല, ഞാൻ സേവിച്ചു കുഴഞ്ഞതല്ല, പണ്ട് സേവിച്ചതല്ല. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇപ്പോഴും എനിക്ക് ബന്ധമുള്ള സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. എന്റെ ധൈര്യം, എന്റെ ബലം സംഘടനയല്ല. എന്റെ ധൈര്യം, എന്റെ ബലം വ്യക്തികളല്ല. എന്റെ ധൈര്യം, എന്റെ ബലം രാഷ്ട്രീയ നേതാക്കന്മാരല്ല. എന്റെ ധൈര്യം, എന്റെ ബലം എന്റെ ഫോണിലുള്ള കോണ്ടാക്റ്റുകളല്ല. എന്റെ ധൈര്യം, എന്റെ ബലം ഞാൻ സേവിക്കുന്ന എന്റെ ദൈവമാണെന്ന് ഉറപ്പുള്ളവർ ഇന്ന് രാത്രിയിലെ കരങ്ങളടിച്ച് അധരങ്ങൾ തുറന്ന് ജീവനുള്ള ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. ദൈവത്തോട് ബന്ധമുള്ളവർ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുക. ദൈവത്തോട് അടുപ്പമുള്ളവർ അവന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുന്നവർ. എന്നെ വ്യത്യസ്തമാക്കുന്ന ഒന്നാമത്തെ ഘടകം എന്റെ ദൈവത്തോടുള്ള എന്റെ ബന്ധമാണ്. വ്യക്തിപരമായ ബന്ധം, ഉണ്ടായിരുന്ന ബന്ധമല്ല, ഇപ്പോഴും ഉള്ള ബന്ധം. ഹല്ലേലൂയ. 2, ഞാൻ വഹിക്കുന്ന എന്റെ മേൽ പകരപ്പെട്ട ദൈവശക്തി. ശരിയല്ലേ അത്? 5 ഉപദേശിമാർക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്താൽ, അല്ലെങ്കിൽ ഈ ഓഡിയൻസിന്റെ ഇടയിൽ ഇരിക്കുന്ന 5 പേർക്ക് ഈ മൈക്കിലൂടെ പ്രാർത്ഥിക്കാൻ അവസരം തന്ന, ഞാൻ വിശ്വസിക്കുന്നു 5 പേരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കും. അതിനകത്ത് എനിക്ക് ഒരു സംശയമില്ല. ദൈവം പാപികളുടെ പ്രാർത്ഥനയും കേൾക്കും, ദൈവം നീതിമാന്റെ പ്രാർത്ഥനയും കേൾക്കും. സ്ഥിരം പാപം ചെയ്യുന്നവന്റെ കാര്യമല്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഈ 5 പേർക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്താലേ അതിനകത്ത് ദൈവശക്തി വ്യാപരിക്കുന്ന ഒരു അഭിഷേകം ഹോൾഡ് ചെയ്യുന്ന, ദൈവശക്തി അഭിഷേകത്തെ വഹിക്കുന്ന ഒരു സഹോദരൻ, ഒരു സഹോദരി മൈക്കെടുത്തൊരു പ്രൈസ് ദി ലോർഡ് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ അത് അറിയാൻ പറ്റും.
ഉറപ്പായിട്ടും തിരുവനന്തപുരംകാരുടെ ഭാഷ ഞാൻ പറയും, നിങ്ങളുടെ ഭാഷ പറയും, നമുക്കത് ഫീൽ ചെയ്യും. ഇല്ലേ? അല്ല, നിങ്ങളെന്നെ സൂക്ഷിച്ച് നോക്കുന്നതിനായിട്ട് ഇതൊന്നും അനുഭവിച്ച് ഫീൽ ചെയ്യും. അഭിഷേകത്തെ വഹിക്കുന്ന ഒരു ദൈവദാസൻ നിന്റെ തലയിലോട്ട് കൈ എടുത്തു വെച്ചാൽ നിനക്കത് ഫീൽ ചെയ്യും. ഓ ഹല്ലേലൂയ. അഭിഷേകത്തെ വഹിക്കുന്ന ഒരു ദൈവദാസൻ മൈക്രോഫോൺ കരങ്ങൾ എടുത്താൽ അത് അറ്റ്മോസ്ഫിയറിൽ വെളിപ്പെടും. അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. അഭിഷേകത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ ശക്തി ക്യാരി ചെയ്യുന്ന ഒരു ദൈവ മനുഷ്യൻ ഒരു പഞ്ചായത്തിലൂടെ, ഒരു പട്ടണത്തിലൂടെ, ഒരു ദേശത്തിലൂടെ നെടുകയും കുറുകയും നടന്നാൽ ദേശത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തികൾ അത് തിരിച്ചറിയും. അപ്പൊ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറന്റ് ആക്കുന്നത് ബാഹ്യമായതൊന്നുമല്ല. നിങ്ങൾക്കറിയാവോ, പൗലോസ് അപ്പോസ്തലൻ, ശക്തനായ അപ്പോസ്തലൻ, ഈടുറ്റ കരുത്തുള്ള 14 ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി ചമച്ച ആത്മാവിൽ രചിച്ച മനുഷ്യൻ. ഈ ദൈവപുരുഷൻ ഒരു നോർമൽ പ്രീച്ചറായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? പുള്ളിയുടെ പ്രസംഗം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ ബഹളമൊന്നുമല്ല, വളരെ ശാന്ത ഗംഭീരമായിരുന്നു. വേദപണ്ഡിതന്മാരും അങ്ങനെ തന്നെ പറയുന്ന ആള് ഇച്ചിരി നീളം കുറഞ്ഞ മനുഷ്യനായിരുന്നു. വളരെ ശാന്തമായി പ്രസംഗിക്കുന്ന മനുഷ്യനായിരുന്നു പൗലോസെങ്കിലും ഭയങ്കരമായ പരിശുദ്ധാത്മ ശക്തി കൈകാര്യം ചെയ്യുന്ന 9 കൃപാദാനങ്ങളും കൃപാവരങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്ന മനുഷ്യനായിരുന്നു. പിടികിട്ടിയോ? അപ്പൊ നിങ്ങൾ ചോദിക്കാൻ തെളിവ് വല്ലതും ഉണ്ടോ? വേദപണ്ഡിതന്മാർ പറഞ്ഞ തെളിവല്ലാതെ വേറെയും 1-2 തെളിവുണ്ട്. ഒരെണ്ണം പറയാം. പൗലോസ് അപ്പോസ്തലൻ ഒരു വീടിന്റെ ടെറസിന്റെ മുകളിൽ ഇതുപോലെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭയങ്കര പ്രസംഗം, അസാധാരണ പ്രസംഗം. അത് അസാധാരണ പ്രസംഗം ആയതുകൊണ്ട് ഒരുത്തൻ ഉറങ്ങി തറ വീണ് മരിച്ച്. മനസ്സിലായില്ലല്ലേ? ഭയങ്കര ശബ്ദത്തിലുള്ള ഇടിമുഴക്കുന്ന പ്രസംഗം ആയതുകൊണ്ട് നമ്മളെ പോലെ ഇങ്ങനെ താഴ്ത്തി ഏൽപ്പിച്ച് കസേര മുട്ടിച്ചല്ല, ഒരുത്തൻ ടെറസിന്റെ മേളിൽ നിന്ന് തറ വീണ് മരിച്ച് ഉറങ്ങി. അപ്പൊ നോർത്ത് നോക്കണം എന്തായിരിക്കും അവിടെ അന്തരീക്ഷം. എന്നാൽ അതേ പൗലോസ് ആ സ്റ്റെപ്പ് ഇറങ്ങി, ആ സ്റ്റെയർ ഇറങ്ങി താഴോട്ട് ചെന്ന് ആ മരിച്ചു കിടന്ന യൂത്തിക്കോസ് എന്ന് പറയുന്ന മനുഷ്യനെ ഒന്ന് തഴുകി പ്രാർത്ഥിച്ചപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പം ആ മനുഷ്യനിൽ ഞാൻ കാണുന്നത് ശബ്ദഗംഭീരമായ പ്രഭാഷണമല്ല, ശക്തിയുടെ പ്രകടനമായിരുന്നു. അതുകൊണ്ടാണ് ആ ദൈവ മനുഷ്യൻ ലേഖനത്തിൽ എഴുതി വെച്ചത്, ഞങ്ങളുടെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ലായിരുന്നു, അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പ്രദർശനമായിരുന്നു. മനസ്സിലാവുന്നോ? ഈ ദിവസങ്ങളിൽ ആ നിലയിലുള്ള വലിയ മാനിഫെസ്റ്റേഷൻ ദേശങ്ങളിൽ വെളിപ്പെടണം, പട്ടണങ്ങളിൽ വെളിപ്പെടണം. ദൈവജനത്തിന്റെ മേളിൽ കിടക്കുന്ന ദൈവീക അധികാരത്തെ ദൈവജനവും ദൈവദാസന്മാരും സഭയും എല്ലാ നിലയിലും ഉപയോഗിക്കണം. അങ്ങ് ഇസ്രായേലിൽ ഒരുത്തനുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ആ ദൈവപുരുഷൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്തിന് മഞ്ഞും മഴയും ഉണ്ടാകുകയില്ലെന്ന്. ആത്മീയ അധികാരത്തെ ഒരു ഉയർന്ന അളവിൽ കൈകാര്യം ചെയ്യുന്നവർ, ദൈവശക്തിയെ ക്യാരി ചെയ്യുന്നവർ ദേശത്തിന് ആവശ്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. എന്താ സംഭവിച്ചത്? ലൂക്കോസ് 4 വരുമ്പോൾ അതിന്റെ 18-19 വാക്യങ്ങളിൽ യേശു ഒരു പള്ളിയിൽ പ്രസംഗിക്കുകയാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേളിലുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കാൻ, പീഡിതരെ വിടുവിച്ചയപ്പാനും, സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. എല്ലാവരും ആ വാക്കെന്ന് പറഞ്ഞ് സുവിശേഷം അറിയിക്കാൻ അഭിഷേകം വേണം. ആരും മിണ്ടുന്നില്ലല്ലോ. സുവിശേഷം അറിയിപ്പാൻ സർട്ടിഫിക്കറ്റ് വേണമെന്നല്ല, ഉള്ളത് നല്ലത്.
അതുകൊണ്ട് ഇവരൊക്കെ വലിയ പുള്ളികളായി ഇരിക്കുന്ന എല്ലാവരും. ഇതിനകത്തൊന്നും അറിഞ്ഞൂടാത്ത ഒരുത്തൻ ഞാൻ മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ ദാസൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി, ഇത് ആരെക്കുറിച്ചായി പറയുന്നത്, ഇവിടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആകെ അഭിമാനിക്കാനുള്ളത്, പറയാനുള്ളത്, പ്രകീർത്തിക്കാനുള്ളത് ഒന്നുമില്ലാത്ത ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്ത ഒരു ദൈവമുണ്ട്. കോൺഫിഡൻസ് അതിനകത്താ, ധൈര്യം, ബോൾഡ്നെസ്, ഇതെല്ലാം അതിനകത്താണ്. ആ വാക്ക് ഞാനൊന്ന് ഇംഗ്ലീഷ് പറയാം. യേശു പറഞ്ഞിരിങ്ങനെ, the spirit of the Lord is upon me. Wow. The spirit of the Lord is upon me. He has anointed me. അവന്റെ ആത്മാവ് എന്റെ മേലിലുണ്ട്. അവന്റെ ആത്മാവ് എന്റെ മേലിലുണ്ട്. ഏതു സാഹചര്യത്തെയും നേരിടാൻ, ഏത് തിരമാലയുടെ മുകളിലൂടെയും നിന്നെ നടക്കാൻ, ഏത് പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാൻ, ഏത് വെല്ലുവിളികളെയും ഏറ്റെടുക്കാൻ, ഏത് ക്രൂശിനെയും നേരിടാൻ, ഏത് കാരിനും പാണികളെയും നേരിടാൻ നിനക്ക് ബലം തരുന്നത്, നിന്നെ ശക്തീകരിക്കുന്നത് ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ഈ ആത്മാവിന്റെ ശക്തിയാണ്. ബാല്യക്കാർ തളരും, യൗവനക്കാർ വീഴും, ക്ഷീണിക്കും. പക്ഷേ യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. ശക്തിയെ പുതുക്കുന്നവൻ, ശക്തി പ്രാപിക്കുന്നവൻ, ആത്മശക്തിയിൽ നിറയുന്നവൻ ഈ 2026 അടിച്ചു കയറും. അവൻ ചില മേഖലകളെ വിജയിക്കും. അവൻ ചില പൈശാചിക ശക്തികളെ പരാജയപ്പെടുത്തും. ഇന്ന് രാത്രിയിൽ അവൻ ചില കോട്ടകളെ തകർക്കും. പൗലോസ് പറയുന്നു, ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ കണ്ടളയിൽ വ്യാപരിക്കുന്ന, കാട്ടാക്കടയിൽ വ്യാപരിക്കുന്ന, തിരുവനന്തപുരം ദേശത്ത് വ്യാപരിക്കുന്ന ചില പൈശാചിക കോട്ടകളെ ഇടിപ്പാൻ ഇന്ന് രാത്രിയിൽ അഭിഷേകത്തെ വഹിക്കുന്നവർ, ദൈവശക്തി അറിയുന്നവർ, ജീവനുള്ള ദൈവത്തെ ആരാധിച്ചാട്ടെ. ആ കരത്തിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആരാധിക്കുന്നവർ ഇതിനകത്തുണ്ട്. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിലുണ്ടെന്നേ. സ്തുതിക്കുന്ന ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. ദേശത്തിനൊരു വിടുതൽ ഉണ്ടാകണമെന്ന് കൊതിക്കുന്നവരുണ്ട്. തലമുറകൾ വിടുവിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാനൊരു പ്രവചന ദൂത് ഇന്ന് രാത്രി ദൈവദാസന്മാരോടും ഈ ഗ്രൗണ്ടിൽ കൂടി വന്നവരോട് പറയാം. ദൈവം നിനക്ക് തന്നൊരു വാഗ്ദത്തമുണ്ട്. ഞാൻ നിന്റെ മേൽ പകർന്ന എന്റെ ആത്മാവിനെ നിന്റെ സന്തതിയുടെ മേൽ നിന്നും, നിന്റെ സന്തതിയുടെ മേൽ നിന്നും ഒരു നാളും നീക്കുകയില്ല. ഞാൻ നിന്റെ മേൽ പകർന്ന എന്റെ ആത്മാവിനെ, നിന്റെ സന്തതിയിൽ നിന്നും, നിന്റെ സന്തതിയുടെ മേൽ നിന്നും ഒരു നാളും നീങ്ങിപ്പോകത്തില്ല. നിന്റെ തലമുറകൾ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കട്ടെ. നിന്റെ തലമുറകൾ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടട്ടെ. നിന്റെ തലമുറകൾ സുവിശേഷത്തെ പ്രഘോഷിക്കുന്നവരാകട്ടെ. നിന്റെ തലമുറകൾ ദൈവരാജ്യം പണിയുന്നവരാകട്ടെ. നിന്റെ തലമുറകൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കട്ടെ. മക്കളെ ആരാധിച്ചു, സഹോദരിമാരെ ആരാധിച്ചു, കുഞ്ഞുങ്ങൾ ആരാധിക്കുക, യൗവനക്കാർ ആരാധിക്കുക, പ്രിയ മാതാപിതാക്കൾ ആരാധിക്കുക. ഈ 31ാമത് ജനറൽ കൺവെൻഷനിൽ ഒരു ദൈവശക്തിയിൽ വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയിൽ വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ആത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന നഷ്ടപ്പെട്ട ദൈവിക കൃപാവരങ്ങൾ ഇന്ന് രാത്രി തിരിച്ചു വരുന്നു. ദർശനങ്ങളും സ്വപ്നങ്ങളും നിനക്കുണ്ടാകട്ടെ. നിന്റെ അധരത്തിൽ പുതിയ ഭാഷ വെളിപ്പെടട്ടെ. ആത്മാവിന്റെ ശക്തി
വർഷങ്ങളായി പൈശാചിക മേഖലകൾ നിനക്ക് വിരോധമായി കെട്ടിവെച്ച സകല കെട്ടുകൾ, സകല മുഖങ്ങൾ, സകല പൈശാചിക കയറുകൾ ഇന്ന് രാത്രി കത്തിപ്പോകണേ. ശിംശോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നപ്പോൾ ഫെലിസ്ത്യൻ കെട്ടിയ കയറുകൾ കത്തിപ്പോയതുപോലെ, ഫെലിസ്ത്യൻ കെട്ടിയ കയറുകൾ ഇന്ന് രാത്രിയിൽ എന്റെ ബലം, ഇന്ന് രാത്രിയിൽ എന്റെ ഉറപ്പ്, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ധൈര്യം മറ്റൊന്നിലുമല്ല, അവന്റെ ആത്മാവ് ഞങ്ങളുടെ മേലുണ്ട്. അവന്റെ ആത്മാവ് ഞങ്ങളുടെ മേലുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേളിൽ ഉണ്ട്. ഇത് കൂടെ നിന്ന ശിഷ്യന്മാർക്ക് ഒരുപക്ഷെ മനസ്സിലായില്ല. പക്ഷേ പരീശനായ നിക്കോദിമോസിന് ഇത് മനസ്സിലായി. യോഹന്നാൻ 3-ൽ ഈ മനുഷ്യൻ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഗുരു, ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യാൻ ആർക്കും പറ്റുകയില്ല. എല്ലാവർക്കും വാചകം അടിക്കാൻ പറ്റും, എല്ലാവർക്കും വാചക കസർത്ത് നടത്താൻ പറ്റും. കാര്യത്തോടടുക്കുമ്പോൾ ഒരു കറേജ് വെളിപ്പെടണമെങ്കിൽ, ഒരു പ്രതിസന്ധിയെ നേരിടണമെങ്കിൽ, ദാഗോന്മാർ എഴുന്നേൽക്കുമ്പോൾ, ഗോലിയാത്തുമാര് മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ, സൻബല്ലത്തുമാരും തോബിയാവുമാരും നിന്റെ മതില് പണിയെ തകർക്കാൻ എഴുന്നേറ്റ് വരുമ്പോൾ, നീ അണുവിട ചലിക്കാതെ മുന്നോട്ട് പോകണമെങ്കിൽ നിന്റെ മേൽ ഒരു അഭിഷേകം വ്യാപരിക്കണം. ഈ ദൈവ മനുഷ്യൻ ഈ 31ാമത് ജനറൽ കൺവെൻഷൻ ഇവിടെ നടത്തുമ്പോ എത്രയോ ഗോലിയാത്തുമാർ, എത്രയോ ദാഗോന്മാർ, എത്രയോ സൻബല്ലത്തുമാർ, എത്രയോ തോബിയാവുമാർ, എത്രയോ വെല്ലുവിളികൾ, എത്രയോ തിന്മകൾ ഇതിനെ തകർത്ത് കളയാൻ പൈശാചിക മണ്ഡലത്തിൽ നിന്ന് അഴിച്ചുവിട്ടപ്പോഴും ഇന്ന് രാത്രിയിലും ഇവിടെ ജയത്തിന്റെ ആരാധന നടക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, വഹിക്കുന്ന ദൈവശക്തി, വിളിച്ച ദൈവത്തിന്റെ വിളി, വ്യാപരിക്കുന്ന ദൈവകൃപ. നമുക്കിതറിയില്ല, ഇത് ലൈവാന്ന് എനിക്കറിയാം, എങ്കിലും പേര് പറയില്ല. എൻ്റെ വാട്സാപ്പ് കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർ ഒരുപക്ഷെ സ്റ്റാറ്റസിൽ കണ്ടു കാണും. ഞാനൊരു ഗവർണറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി, ഒരു ഗവർണറിന് വേണ്ടി. അദ്ദേഹം എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഇങ്ങനെയുള്ള പല ആളുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ അവസരം തന്നിട്ടുണ്ട്. പക്ഷേ ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. പുള്ളി ക്രിസ്തീയ വിഭാഗത്തിലുള്ള ആളല്ല. പ്രാർത്ഥിക്കാൻ വിളിച്ചു തൻ്റെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി. ഇനി സംശയിക്കണ്ട, മലയാളിയല്ല. സ്തോത്രം. അപ്പൊ ഞാന് ഈ രാജ്ഭവൻ പോലുള്ള വലിയ സ്ഥലത്തൊക്കെ എല്ലാവർക്കും കയറിപ്പോകാൻ പറ്റില്ല. അതിൻ്റെ ആളുകൾ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് ഗവർണറിന്റെ സ്ഥലത്ത് കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ ഞാൻ നിന്നു. ചായയും കോഫിയൊക്കെ ഒരുക്കി കാഷ്വലായിട്ട് വർത്താനം പറഞ്ഞു, സംസാരിച്ചു, ചില കാര്യങ്ങളൊക്കെ പുള്ളിയോട് പങ്കുവച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ മനുഷ്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മനുഷ്യൻ മുട്ടുകുത്തി. പിടികിട്ടിയോ? വിശ്വാസിയല്ല. നിങ്ങളുടെ അത്രയും നല്ല പുള്ളിക്ക് വേദപുസ്തകത്തിൽ എത്ര പുസ്തകം ഉണ്ടെന്ന് പോലും അറിയില്ല. മുട്ടുകുത്തി. ഗവർണർ മുട്ടുകുത്തി. ഇനി എനിക്ക് മുട്ടുകുത്താതിരിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലല്ലേ? ഞാൻ എണ്ണീറ്റ് നിന്നാ പ്രാർത്ഥിച്ചേ, ഞാൻ മുട്ടുകുത്തിയല്ല പ്രാർത്ഥിച്ചേ.
പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളി മുട്ട് കുത്തിയ കാരണം കൊണ്ട് എനിക്കിനി മുട്ട് കുത്താതിരിക്കാൻ പറ്റില്ല. നിങ്ങളാരും ചിന്തിക്കരുത് ടിനുപാസ് മുട്ടുകുത്താത്ത ആളാണെന്ന്. കഴിഞ്ഞ 26 വർഷമായി ഈ മുട്ടയിലെ തഴമ്പേ ഉള്ള എൻ്റെ ജയം. മുട്ടയിരുന്ന് കിട്ടിയതേ ഉള്ളൂ കേട്ടോ, വേറൊന്നും ഇല്ല. ഇതെല്ലാം കഴിഞ്ഞ് പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോട് ഇറങ്ങാൻ നേരം ചോദിച്ചു, സാർ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സാർ എന്തിനാ മുട്ടുകുത്തി? സാറിനോട് ആര് പറഞ്ഞു മുട്ടുകുത്താൻ? പുള്ളി പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ when you start to pray, you prayed, you called Jesus. We are coming together. യേശുവേ ഞങ്ങൾ ഒന്നിച്ച് നിന്റെ അടുത്ത് വരുന്നു. ജീസസ്, we are coming together in your presence. യേശുവേ ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ I believe Jesus is there. Jesus is above me. Amen. യേശു എന്നേക്കാൾ വലിയവനാണ്. ഈ ബോധ്യം യേശുവിനെ അറിഞ്ഞവർക്കുണ്ടോ? ഉണ്ടോ? അവൻ എന്റെ രോഗത്തെക്കാൾ വലിയവനാണ്. അവൻ എന്റെ പ്രശ്നത്തെക്കാൾ വലിയവനാണ്. അവൻ എന്റെ ആരോഗ്യത്തെക്കാൾ വലിയവനാണ്. അവൻ എന്റെ കടഭാരത്തെക്കാൾ വലിയവനാണ്. അവൻ എന്റെ പ്രതിസന്ധിയേക്കാൾ വലിയവനാണ്. ഞാൻ വഹിക്കുന്ന കടഭാരത്തെക്കാൾ വലിയവനാണ്. എന്റെ എല്ലാ പ്രതിസന്ധികളെക്കാളും എന്റെ ദൈവം വലിയവനാണ്. ഉണ്ടോ? ഹല്ലേലൂയ. ഈ വേദപുസ്തകത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ പഠിക്കുന്ന സമയത്ത്, വായിക്കുന്ന സമയത്ത്, മത്തായിയുടെ സുവിശേഷം 12 അധ്യായം 28 വാക്യം ഞാനിങ്ങനെ തിരിച്ചും മറിച്ചും വായിച്ചിട്ടുണ്ട്. കാരണം എന്നെ അത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ആ വാക്യം. സംഭവം പറയാം, എല്ലാവരും എന്നെ നോക്കി, പിന്നെ അത് കിട്ടാതെ പോരുത്. യേശു ഒരു ദേവാലയത്തിൽ, ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ നിൽക്കുകയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യേശു കർത്താവ് പോഡിയത്തിന്റെ മുമ്പിൽ വന്ന തിരുവെഴുത്തുകളെ നിവർത്തി മൈക്രോഫോൺ കയ്യിലെടുത്ത് ശുശ്രൂഷ തുടങ്ങിയപ്പോഴേ ഭൂതം ഇളകി. പിടികിട്ടുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആ അഭിഷേകത്തെ, ആ ശക്തിയെ പൈശാചിക മേഖല തിരിച്ചറിഞ്ഞു. ഭൂതം ഇളകിയത് പള്ളിക്കകത്താണ്. അപ്പം വിസ്മരിച്ച് കളയരുത്, അകത്തിരിക്കുന്നവനും ഭൂതമുണ്ട്. കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. അകത്തിരിക്കുന്നവർക്കും ഉണ്ട് ഭൂതം, പുറത്തുള്ളവർക്ക് മാത്രമല്ല. പള്ളിക്കകത്ത് വർഷങ്ങളായി മെമ്പർഷിപ്പിൽ ഇരുന്ന ആൾക്കാണ് ഭൂതം ഉണ്ടായിരുന്നത്. സ്തോത്രം. ഭൂതം ഇളകി കഴിഞ്ഞ ഉടനെ ഇവരിത് കണ്ടിട്ടില്ല, ഇങ്ങനെയുള്ള ശുശ്രൂഷ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടില്ലാത്തത് ഇല്ലെന്ന് പറയരുത്. ചൈനയിൽ പോയിട്ടില്ല, ചൈന ഇല്ലെന്ന് പറഞ്ഞേക്കരുത്, ചൈനയുണ്ട്. ഇതുവരെ അമേരിക്ക പോയിട്ടില്ല, അമേരിക്ക ചുമ്മാ തട്ടിപ്പ് ഇല്ലെന്ന് പറയരുത്, അമേരിക്ക ഉണ്ട്. ചന്ദ്രനിൽ നമ്മൾ ആരും പോയിട്ടില്ല, പക്ഷെ ചന്ദ്രൻ ഉണ്ട്, പോയി കണ്ടിട്ട് വന്നവരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് മലയാളികൾക്കുള്ളൊരു പ്രശ്നം, നമുക്കില്ലെങ്കിൽ നിനക്കും വേണ്ട. പ്രൈസ് ദി ലോർഡ്. അവനില്ലെങ്കിൽ എനിക്കും വേണ്ട. എൻ്റെ വീട്ടിൽ കറണ്ട് പോയതല്ല എൻ്റെ പ്രശ്നം. എൻ്റെ വീട്ടിൽ കറണ്ട് പോകുമ്പോഴേ എനിക്കറിയേണ്ടത് അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്നാണ്. അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ എനിക്ക് കറണ്ട് വരണ്ട. പക്ഷെ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ട്, എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ ഞാൻ അസ്വസ്ഥനാവും. സ്തോത്രം. അപ്പൊ പള്ളിയിലുള്ളവർ കണ്ടിട്ടില്ല, ഇങ്ങനെ ഭൂതം ഇളകുന്നൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അവരുടനെ പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. അങ്ങനെ ആ വിശ്വാസം സമ്മതിച്ചു തന്നിരിക്കുന്നു, ആ വിശ്വാസമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശു കടലിന്റെ മുകളിലൂടെ നടന്നു വരുമ്പോൾ അത് ദൈവമാണെന്ന് പറയാനുള്ള വിശ്വാസം ഇല്ലെങ്കിലും ഭൂതമാണെന്ന് പറയാനുള്ള വിശ്വാസമുണ്ട്. സ്വത്രം 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 സ്വത്രം. എന്നാൽ തിരിച്ച് ചിന്തിച്ചൂടെ, എന്റെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണെന്ന്? അതൊട്ട് ചിന്തിക്കാൻ പിശാച് സമ്മതിക്കുന്നുമില്ല. അപ്പൊ പള്ളിയിലുള്ളവർ മുഴുവൻ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് ഭൂതത്തെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞതും യേശു മിണ്ടാതെ ഇറങ്ങിപ്പോയില്ല. യേശു മിണ്ടാതെ ഇറങ്ങിപ്പോയില്ല. മത്തായി 12:28
എന്ത് കാരണം കൊണ്ടാണ് ഭൂതം പുറത്തായത് എന്ന് യേശു പറഞ്ഞു. വാക്യം വായിക്കുന്നു, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. ദൈവാത്മാവിനാൽ. കണ്ടള കൺവെൻഷനിൽ 31ാമത് ജനറൽ കൺവെൻഷനിൽ വന്നിരിക്കുന്ന എന്റെ വാത്സല്യ ദൈവമക്കൾ വാ തുറന്ന് പറഞ്ഞ ദൈവാത്മാവിൽ, ദൈവാത്മാവിനാൽ. ഹല്ലേലൂയ. By the power of the Holy Ghost, by the power of the Holy Spirit. Hallelujah. ഞാൻ ഭൂതത്തെ പുറത്താക്കിയത് ദൈവാത്മാവിനാലാണ്. ഇനി എന്റെ ചോദ്യം, സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തു യേശുവിന് ഭൂതത്തെ പുറത്താക്കാൻ നമുക്കെല്ലാവർക്കും മാതൃകയായ നമ്മുടെ ആരാധന പുരുഷനായ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നമ്മുടെ സർവവും സകലവുമായ യേശു മശിഹായിക്ക്, യേശു കർത്താവിന് ഭൂതത്തെ പുറത്താക്കാൻ ദൈവാത്മാവ് വേണമായിരുന്നെങ്കിൽ നിനക്കെത്രയധികം, നിങ്ങൾക്കും എനിക്കും എത്രയധികം. അപ്പൊ നമ്മൾ ഇതിനെ അവഗണിക്കുന്നത് ശരിയാണോ? ഈ വിഷയം വരുമ്പോൾ വിമർശകന്മാരുടെ കൂട്ടത്തിൽ കൂടി നിന്ന് നമ്മൾ ആസ്വദിക്കുന്നത് ശരിയാണോ? ക്രിസ്ത്യാനിത്വം നിലനിൽക്കണമെങ്കിൽ, ഇത് മുന്നോട്ട് പോകണമെങ്കിൽ, ഇത് അടുത്ത ജനറേഷനിലേക്ക് പിടിക്കണം. അടുത്ത ജനറേഷൻ കർത്താവിന് വേണ്ടി ഇറങ്ങണമെങ്കിൽ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ഞാൻ നിന്റെ മേൽ പകർന്ന എൻ്റെ ആത്മാവിനെ നിന്റെ സന്തതിയുടെ മേലും നിന്റെ സന്തതിയുടെ മേൽ നിന്നും ഒരു നാളും മാറ്റിക്കളയുകയില്ല. അപ്പൊ നിങ്ങൾ ഇതിനെ അവഗണിച്ചാൽ ഇതിനകത്തിരിക്കുന്ന അപ്പനോട്, അമ്മയോട്, പാസ്റ്ററോട്, ഓവർസിയറോട്, വിശ്വാസിയോട് സ്നേഹത്തോടെ ഒരു അനിയൻ എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു, നീ ഇതിനെ അവഗണിച്ചാൽ, വിമർശിച്ചാൽ നിനക്ക് നഷ്ടപ്പെടുന്നത് അടുത്ത തലമുറയാണ്. ഹല്ലേലൂയ. അടുത്ത തലമുറ കർത്താവിന് വേണ്ടി ശോഭിക്കണമെങ്കിൽ, എരിയണമെങ്കിൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി, നിങ്ങളുടെ സഭയിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഈ ചെറുപ്പക്കാരുടെ മേളിൽ, ഈ കുഞ്ഞുങ്ങളുടെ മേളിൽ വ്യാപരിക്കാനിടയാകണം. ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. അതുകൊണ്ട് യേശുവിന് നിർബന്ധം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇനി എത്ര ഓർഡിനേഷൻ കിട്ടിയ ആളാണെങ്കിലും, നിങ്ങൾ ഇനി എത്ര വലിയ സീനിയർ മിനിസ്റ്റർ ആണെങ്കിലും, എത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വമാണെങ്കിലും, നിങ്ങളുടെ മേളിൽ പരിശുദ്ധാത്മാവ് വരണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. തെളിവെന്താ? തെളിവോ? അതിനൊരൊറ്റ തെളിവ് പറയാം, അത് ശിഷ്യന്മാരാണ്. ലൂക്കോസ് 24:49 വാക്യത്തിൽ ശിഷ്യഗണത്തോട് നസറായനായ യേശു പറയുന്നു, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. ഇപ്പൊ ഈ മേലയക്കും എന്നുള്ളത് എത്ര തവണ വായിച്ചു? എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം. സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. 5 മിനിറ്റ് കൂടി ഞാൻ അവസാനിപ്പിക്കാം, പ്രാർത്ഥിക്കാൻ പോവാം. ഈ 12 എണ്ണം ഇല്ലേ അപ്പോസ്തലന്മാർ, ഇവർക്ക് ഓർഡിനേഷൻ കൊടുത്തത് IPCO, ചർച്ച് ഓഫ് ഗോഡോ, ഷാരോനോ, അസംബ്ലീസ് ഓഫ് ഗോഡോ, ഇൻഡിപെൻഡന്റ് ചർച്ചോ, നിങ്ങളുടെ കൂട്ടായ്മയൊന്നുമല്ല. ഇവർക്ക് ഓർഡിനേഷൻ കൊടുത്ത് ഇവരെ ശുശ്രൂഷകരാക്കിയത് സാക്ഷാൽ ദൈവപുത്രനാണ്. യേശു ക്രിസ്തുവിന്റെ ഓർഡിനേഷൻ കിട്ടി ആരെങ്കിലും ഇട്ടിരിപ്പുണ്ടോ? യേശു ക്രിസ്തു ഓർഡിനേഷൻ കൊടുത്ത് പാസ്റ്ററാക്കിയ, അപ്പോസ്തലനാക്കിയ ആളുകൾ എന്ന് പറയുന്നത് ചെറുതാണോ? ഒന്ന് ഓർത്ത് നോക്കിയേ. 2, ഈ ഭയങ്കരമായ ദൈവശക്തി വഹിക്കുന്ന, അഭിഷേകത്തെ ക്യാരി ചെയ്യുന്ന റെയ്നാർഡ് ബോംഗെ പോലൊക്കെയുള്ള വലിയ അഭിഷിക്തന്മാരുടെ ഒരു 10 സെക്കൻഡുള്ള ഒരു കൈവപ്പിന് വേണ്ടിയൊക്കെ ഇടി കൂടിയിട്ടുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ ഒരു കർത്താവിന്റെ അഭിഷിക്ത ശുശ്രൂഷിക്കും ആ കൈവപ്പൊന്ന് കിട്ടാൻ, ആ പുള്ളിയുടെ കൈ ഒന്ന് നമ്മുടെ തലയിൽ വെക്കാൻ നമ്മൾ ആഗ്രഹിച്ച പലരും ഇവിടെ ഇരിപ്പുണ്ട്.
എല്ലാരും ഇല്ല, ഇതൊക്കെ ഈ സിസ്റ്റത്തിൽ നിൽക്കുന്നവർ. ചിലർ സിസ്റ്റം ഔട്ട് ആണല്ലോ, ഔട്ട് ഓഫ് കവറേജ് ഏറിയാണ്, അവരെ കുറിച്ചല്ല ഈ പറയുന്നത്. ഈ കവറിങ്ങിൽ നിൽക്കുന്നവർ, ഇതൊക്കെ ഇതിന്റെയൊക്കെ മഹത്വം മനസ്സിലാക്കിയവർ. സ്തോത്രം. അപ്പോ 10 സെക്കൻഡുകൾ ഉള്ള ഒരു ദൈവ മനുഷ്യന്റെ ഒരു കൈവപ്പിന് വേണ്ടി ഓടിക്കൂടിയ നിങ്ങളെന്ന് ഓർത്തെ, ലോകം കണ്ടതിൽ ഏറ്റവും ശക്തനായ ദി അനോയിന്റഡ് പ്രഷ്യസ് വൺ, the King of Kings and the Lord of Lords, സർവശക്തനായ ദൈവപുത്രനായ യേശുവിന്റെ കൂടെ 3.5 വർഷം, 30 സെക്കൻഡ് അല്ല, 3.5 വർഷം അവർ യേശുവിന്റെ കൂടെ ഫുഡ് കഴിച്ചു, അവർ യേശുവിന്റെ കൂടെ യാത്ര ചെയ്തു, അവർ യേശുവിന്റെ കൂടെ കിടന്നുറങ്ങി, അവർ യേശു ചെയ്ത അത്ഭുതങ്ങൾ ലൈവായി കണ്ടു. 4 ദിവസം മുമ്പ് മരിച്ച ഒരുത്തനെ കല്ലറയ്ക്കകത്തുനിന്ന് പേര് വിളിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരുന്നത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ലൈവായിട്ട് കണ്ടു. കടലിന്റെ മുകളിലൂടെ നടക്കാൻ ആഹ്വാനം കൊടുത്തപ്പോൾ ഈ പത്രോസ് ചില ചുവടുകൾ കടലിന്റെ മുകളിലൂടെ നടന്നേ. ഇത്രേ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും അടയാളങ്ങളും കണ്ട യേശു ക്രിസ്തു ഓർഡിനേഷൻ കൊടുത്ത 3.5 കൊല്ലം കർത്താവിന്റെ കൂടെ ജീവിച്ച ഈ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞു, ഉയരത്തിലെ ശക്തി പ്രാപിക്കാതെ ശുശ്രൂഷയാണെന്ന് പറഞ്ഞ് പുസ്തകം എടുത്ത് ഇറങ്ങിയേക്കരുതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഉയരത്തിലെ ശക്തി പ്രാപിക്കാതെ നിങ്ങൾ പുറത്തിറങ്ങരുത്. ഹല്ലേലൂയ. അത് ധരിക്കുവോളം നിങ്ങൾ ഈ സിറ്റി തന്നെ കാണണം. കേൾക്കുന്നുണ്ടോ? ഈ വാഗ്ദത്തം കേട്ടത് ഒത്തിരി പേരുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഈ പ്രോമിസ് കേട്ടത്. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എടുത്ത ക്ലാസ്സിൽ പങ്കെടുത്ത 2 വ്യക്തികളാണ് ക്ലയോപ്പാവും തന്റെ ഭാര്യയായ മറിയവും. ഇനി നിങ്ങൾ കേട്ടോട്ടെ. യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്നേക്കും ഇല്ലാതായി എന്ന് ചിന്തിച്ചു. അവന്റെ ശരീരം ആരോണ്ട് കട്ടോണ്ട് പോയെന്ന് പ്രചരിപ്പിച്ച കള്ളക്കഥ വിശ്വസിച്ചു. ക്ലയോപ്പാവും തന്റെ ഭാര്യയായ മറിയവും കൂടെ ജെറുസലേം വിട്ട് എമ്മോസിലേക്ക് പോയി. 2 മിസ്സിംഗ്. 120 പേർ സെഹിയോൻ മാളിക മുറിയിൽ കൂടിയിരിക്കേണ്ട, വാഗ്ദത്തം പ്രാപിക്കേണ്ട, വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ട 120 എണ്ണത്തിൽ 2 മിസ്സിംഗ്. അവർ എമ്മോസിലേക്ക് പോയി. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, 7 മൈൽ 11 കിലോമീറ്റർ, ഏകദേശം 2-2.5 മണിക്കൂർ യേശു താനും ഉയർത്തെഴുന്നേറ്റേന്റെ അന്ന് അവരോട് കൂടെ ചേർന്ന് നടന്നു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകളെ തെളിയിച്ച് അവരുടെ വീടിനോട് അടുക്കാറായപ്പോൾ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ സന്ധ്യയായല്ലോ, ഞങ്ങളുടെ കൂടെ പാർക്ക എന്ന് പറഞ്ഞ് യേശുവിനെ അവരുടെ വീട്ടിലേക്ക് വിളിച്ച് അവരുടെ വീട്ടിൽ അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു അപ്പം നുറുക്കി അവർക്ക് കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് അപ്പക്കഷ്ണം വാങ്ങിച്ച് കഴിച്ച ക്ലയോപ്പാവും തന്റെ ഭാര്യയായ മറിയവും അവരുടെ കണ്ണ് തുറന്ന് അന്ന് തന്നെ ആ ദിവസം തന്നെ അവർ എമ്മൗസിൽ നിന്ന് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ഇനി അതിന്റെ ദൂത് പറയാം. അന്ന് തന്നെ അവർ എമ്മൗസിൽ നിന്ന് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ ഈ 120 പേര് എന്നുള്ളത് 118 പേരെ കാണുള്ളൂ. ഇവര് 2 മിസ്സിംഗ് ആയിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, ആമീൻ എന്ന വാഗ്ദത്തം കേട്ട ഈ കൂട്ടത്തിൽ നിന്ന് 2 മിസ്സായപ്പോൾ അവരോടുകൂടെ ചേർന്ന് നടന്ന് ഉയർത്തെഴുന്നേറ്റേന്റെ അന്ന് അവരുടെ വീട്ടിൽ പോയിരുന്ന അപ്പം നുറുക്കിക്കൊടുത്ത് കണ്ണ് തുറപ്പിച്ച് വചനം പഠിപ്പിച്ച് ഇവറ്റകളെ യെരൂശലേമിൽ ഇതിനകത്ത് കൊണ്ടുവന്നിരുത്തണമെങ്കിൽ, ആ അഭിഷേകത്തെ സ്വീകരിക്കാൻ, ആ വാഗ്ദത്തത്തെ പ്രാപിക്കാൻ അവരെ മടക്കിക്കൊണ്ടുവരണമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ വിഷയത്തിന്റെ വില എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. യേശു അതിനെന്തെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്നൊന്ന് വിലയിരുത്തുക. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. ശിഷ്യന്മാർ എന്തിനാണ് ഉയരത്തിലെ ശക്തി പ്രാപിക്കുന്നത്?
കാരണം ഇവര് കടലിന്റെ മേളിൽ നടന്നാലും ശമര്യരെ കാണുമ്പോൾ പത്രോസിനൊരു അസ്വസ്ഥതയുണ്ട്. പിടികിട്ടിയോ? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് വന്നില്ല, ആമുഖത്തിൽ നിൽക്കുകയാണ്. സമയം പോയെന്ന് എനിക്കറിയാം. ഒരു 5 മിനിറ്റ് കൂടെ എനിക്ക് തരുമോ? തരുന്നവരെന്ന് കൈ ഉയർത്തി കാണിച്ചേ. ഇത്രയും സ്നേഹമുള്ളവരാന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പത്രോസ് എന്ന് പറയുന്ന ശിഷ്യനില്ലേ, പുള്ളിക്കാരന്റെ മേളിൽ സാത്താൻ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്നാ ഭാഷ? പൈശാചിക ലോകവുമായിട്ട് സാത്താൻ ഇവനെ പലപ്പോഴും കയ്യിലെടുക്കുമായിരുന്നു. ആരെ? പത്രോസിനെ. യേശു കർത്താവ് പലതവണ അവനോട് പറഞ്ഞിട്ടുണ്ടത്, ശീമോനെ നീ സൂക്ഷിച്ചോണം, സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ നടപ്പുണ്ട്. അത് പലതവണ എന്നോട് ചോദിച്ചതാണ്. പക്ഷെ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്തു, മധ്യസ്ഥ അണച്ചു. പിടികിട്ടുന്നോ? ഒരു പ്രാവശ്യം യേശു കർത്താവ് നിൽക്കുമ്പോ ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് നിന്നുകൊണ്ട് തൻ്റെ ക്രൂശ് മരണത്തെ കർത്താവ് വ്യക്തമാക്കുമ്പോൾ കൂട്ടത്തിൽ നിന്ന് പത്രോസ് മാത്രം ഇറങ്ങി വന്ന് പറഞ്ഞു, കർത്താവേ ഇത് നടക്കരുത്, ഒരു കാരണവശാലും ഇത് സംഭവിക്കരുത്, നീ മരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. മുഖത്ത് നോക്കി വിളിച്ചത് റവറന്റ് ഡോക്ടർ മാർപ്പാപ്പ എന്നൊന്നും അല്ല, സാത്താനേ. അപ്പോ അവന്റെ മേളിൽ വ്യാപരിച്ച സാത്താനെ യേശു കണ്ടു. ഇനി അത് മാത്രമാണോ? ഗത്സമനയുടെ തോട്ടത്തിൽ യേശുവിനെ പട്ടാളക്കാർ പിടിക്കാൻ വന്നപ്പോൾ വാളെടുത്ത് വെട്ടിയതാരാ? പത്രോസല്ലേ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ യേശുവിനോടങ്ങ് അകമഴിഞ്ഞ സ്നേഹം? നമ്മുടെ പല ഉപദേശിമാരും പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്, കൂട്ടത്തിൽ ഒരുത്തനെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെന്ന്. ഇത് ആത്മാർത്ഥതയൊന്നുമല്ല. ഒരു സെക്കൻഡിലേക്ക് സാത്താൻ പീറ്ററിനെ കയ്യിലെടുത്തതാ. കാര്യം എന്നാന്ന് പറയാം, പത്രോസ് ഒരിക്കലും പട്ടാളക്കാരന്റെ ചെവിയല്ല മുറിച്ചത്. ഒരു മനുഷ്യനും ചെവി വെട്ടാൻ നിന്ന് കൊടുക്കില്ല. പത്രോസ് വാള് വീശിയത് കഴുത്തിനാണ്, കഴുത്ത് മുറിഞ്ഞു വീഴാനാണ്. പക്ഷെ ആ ഓഫീസർ, ആ പട്ടാളക്കാരന്റെ ഭാഗ്യത്തിന് അങ്ങേര് തല തിരിച്ചു, വാള് ചെവിയെ കൊണ്ടു, കാതറുത്ത് തറയെ വീണു. മനസ്സിലായോ? എന്നാൽ അത് കണ്ട കർത്താവ് ആ തറയെ വീണ ചെവി ചെവി അറിയാതെ ചേർത്ത് വെച്ചു. ഇത്രയും നന്നായി പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന ഒരു സർജൻ ഉലകത്ത് കാണുകയില്ല. കാരണം ഒരു ബ്ലഡ് സ്പോട്ട് പോലും ഇല്ലാതെ, ഒരു രക്തത്തിന്റെ എന്ന് വെച്ചാൽ ഒരു തെളിവില്ല. അവന്റെ ചെവി മുറിഞ്ഞെന്നുള്ളതിന് ഒരു തെളിവില്ലാതെ ആ ചെവി എടുത്ത് തിരിച്ചു വെച്ചത്, എന്തായാലും ക്രൂശി മരിക്കാൻ പോവില്ലയോ, പോകുന്ന വഴിക്ക് ഒരു അത്ഭുതത്തോടെ ചെയ്ത് പോയേക്കാം എന്ന കണക്കിനല്ല. മനസ്സിലായോ? അതിന്റെ കാരണം എന്നാന്ന് പറയാം. അടുത്ത ദിവസം കോടതി വിധി വരും. യേശുവിനെ കോടതിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോൾ ഈ ഓഫീസറിന് ചെവിയില്ലെങ്കിൽ, ഈ പട്ടാളക്കാരന്റെ കാത് മുറിഞ്ഞു പോയെങ്കിൽ, പത്രോസിനെ പിശാച് കയ്യിലെടുത്തതാ. ശ്രദ്ധിച്ചു കേട്ടോണം. വിധി എന്നാ വരുന്നതെന്നറിയാവോ? ഇവര് പറയും, ഞങ്ങൾ പറഞ്ഞില്ലേ ഇവൻ നീതിമാനല്ലെന്ന്, ഞങ്ങൾ പറഞ്ഞില്ലേ ഇവൻ ക്രിമിനലാണെന്ന്, ഞങ്ങൾ പറഞ്ഞില്ലേ ഇവനും ഇവന്റെ ഗുണ്ടകളും കൂടെ നടക്കുകയാണെന്ന്. എന്താ തെളിവെന്നോ? നോക്കിയേ, ഈ പട്ടാളക്കാരനെ കണ്ടോ? ഇവന് ചെവിയില്ല. ഇവന് ചെവിയില്ലാത്തതിന്റെ കാരണം, ഇന്നലെ ഇങ്ങേരെ പിടിക്കാൻ വേണ്ടി ഗത്സമനയുടെ തോട്ടത്തിൽ ചെന്നപ്പോ ഇവന്റെ ഗുണ്ടകളോടെ ചേർന്ന് ഞങ്ങളെ ആക്രമിച്ചതാണ്. കണ്ടോ? ഇവന് ചെവിയില്ല. തെളിവ്, ചെവിയില്ല. അപ്പൊ യേശു ക്രിസ്തു നീതിമാനല്ല, അവൻ കുറ്റവാളിയാണ് എന്ന് കോടതി പറയാൻ വേണ്ടി ഒരു നിമിഷത്തേക്ക് പത്രോസിനെ പിശാച് കയ്യിലെടുത്തെങ്കിലും കർത്താവ് അതിനെ പൊളിച്ചു ദൂരെ കളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എനിക്കറിയില്ല, ഒരു ദൈവാലോചന ഞാൻ വെളിപ്പെടുത്തുകയാണ്. കൂട്ടത്തിൽ നിൽക്കുന്ന ചിലതിനെ, കൂടെ നിൽക്കുന്ന ചിലതിനെ പിശാച് കയ്യിലെടുത്ത് ദൈവസഭയ്ക്കെതിരെയും നിനക്ക് വ്യക്തിപരമായി വിരോധമായി എഴുന്നേൽപ്പിച്ചാലും, അവനെ നിനക്കെതിരെ നിർത്തിയാലും, അതിനെയും നന്മയ്ക്കാക്കി മാറ്റുന്ന, അതിനെ ജയമാക്കി മാറ്റുന്ന, അതിനെ സാക്ഷ്യമാക്കി മാറ്റുന്ന, അതിനെ അത്ഭുതമാക്കി മാറ്റുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. ദേഷ്യം വന്ന വാളെടുത്ത് വെട്ടും, പക്ഷെ പുള്ളി കടലിന്റെ മേളിൽ കൂടെ നടക്കും. ശമര്യരെ കണ്ടാൽ പുള്ളിക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്.
പ്രാർത്ഥിച്ച് തീ ഇറക്കി കത്തിക്കണം. പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കരമായ അത്ഭുതങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന ആളാ. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ട ഒരത്ഭുതങ്ങളും ഞാൻ നിങ്ങളോട് പറയുന്നു, ബ്ലസ് കണ്ടളയോട് പറയുന്നു, ക്യാമറയിൽ നോക്കി ലൈവിൽ കാണുന്നവരോട് പറയുന്നു, നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ട അനുഭവങ്ങളോ നിങ്ങൾ പ്രാപിച്ച അത്ഭുതങ്ങളോ അല്ല. ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, അന്ധന് കാഴ്ച കിട്ടിയതും ചെകിടന്റെ ചെവി തുറന്നതും ഊമർ സംസാരിച്ചതുമല്ല, ആ കാഴ്ചകളല്ല, ആ കേൾവികളല്ല നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. ഇന്ന് രാത്രിയിൽ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കും സത്യം. പക്ഷേ എന്നെയും നിങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്നത്, എന്നെയും നിങ്ങളെയും ചേഞ്ച് ചെയ്യുന്നത്, എന്നെയും നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്നത് ഞാൻ പ്രാപിച്ച രോഗശാന്തിയോ ഞാൻ കേട്ട പ്രവചനങ്ങളോ അല്ല, എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും അവനിൽ പുതുതായി തീരുന്നു. അപ്പോസ്തലന്മാർ കണ്ട അത്ഭുതങ്ങളോ അവർ കണ്ട വിടുതലുകളോ അവരെ രൂപാന്തരപ്പെടുത്തിയില്ല. അവരുടെ സ്വഭാവത്തെ മാറ്റിയില്ല. അവരുടെ സ്വഭാവത്തെ മാറ്റാൻ യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിൽ വരികയില്ല. ആ കാര്യസ്ഥൻ വന്നാൽ അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം നൽകും. അതാ തീത്തോസിന് ലേഖനം എഴുതിയപ്പോൾ 3-ാം അധ്യായം അതിന്റെ 6-7 വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മളുടെ മേൽ ധാരാളമായി പകരുന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും. ഒന്ന് പറഞ്ഞേ, നമ്മുടെ മേൽ ധാരാളമായി പകരുന്ന പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്ന നവീകരണം. നവീകരണം ഉണ്ടാകണോ? ഒരു നവീകരണ കോൺഫറൻസ് കൂടെ വെച്ച് കളയാം. നവീകരണം ഉണ്ടാകണോ? റിന്യൂ ചെയ്യുന്നത്, എന്നെ പുതുക്കുന്നത്, എന്നെ രൂപാന്തരപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിന്റെ സ്പർശനമാണ്. The one touch of Holy Spirit will change it everything. പരിശുദ്ധാത്മാവിന്റെ ഒരു ടച്ച്, ഒരു സ്പർശനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. ഞാൻ എങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്നാൽ അവൻ എന്ത് കിട്ടും? അവന് വിസ കിട്ടുമോ? അവന് രോഗശാന്തി കിട്ടുമോ? അവന് വിടുതൽ കിട്ടുമോ? എന്നെ നോക്കിയേ. ഇങ്ങനെ പറയുന്നു, ഒരു വ്യക്തിയിൽ ഈ യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് വന്നാൽ അവന് യേശുവിനെ കിട്ടും. കാരണം ഈ ഭൂമിയിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ആക്കി വെച്ചിരിക്കുന്നത് തന്റെ പുത്രനെ കുറിച്ചുള്ള വെളിപ്പാടിനെ നൽകാൻ വേണ്ടിയിട്ടാണ്. മറിയത്തിന്റെ ഉദരത്തിൽ യേശു ജനിക്കണമെങ്കിൽ മറിയത്തിന്റെ മേളിൽ പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാതെ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരാതെ നിങ്ങൾക്ക് യേശു ഒരിക്കലും യഥാർത്ഥമാകില്ല, യാഥാർത്ഥ്യമാകില്ല, റിയലാകില്ല. ഞാനൊരു സാമുദായിക സഭയിൽ ജനിച്ചു വളർന്നവനാ. ഒരു മർത്തോമ കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യനാ. VBSനും സൺഡേ സ്കൂളിനും ഒക്കെ പോയിട്ടുണ്ട്. ഈ ലാസറിനെ ഉയർപ്പിച്ചതും ഭൂതത്തെ പുറത്താക്കിയതും സക്കായി മരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഒക്കെ ക്രയോൺസ് വെച്ച്, പിള്ളേർക്ക് മനസ്സിലാകും ക്രയോൺസ് എന്നാന്ന്, കളർ പെൻസിൽ വെച്ച് പെയിന്റ് ചെയ്ത് ടീച്ചറുടെ കയ്യിൽ തിരിച്ചു കൊടുത്തതല്ലാതെ, ഇതെല്ലാം ഒരു കഥ പോലെ കേട്ടതല്ലാതെ ഇതൊന്നും എനിക്കൊരു അനുഭവമായില്ല. പക്ഷേ എൻ്റെ 17ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേളിൽ വന്നു. എന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ മേളിൽ വന്നോ അന്ന് ബൈബിൾ എനിക്ക് റിയലായി, അന്ന് ബൈബിൾ എനിക്ക് യാഥാർത്ഥ്യമായി. ഓ, ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നിനക്ക് യാഥാർത്ഥ്യമാകണമെങ്കിൽ, റിയലാകണമെങ്കിൽ ഈ വചനത്തെ വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കണം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അവനവർക്ക് തിരുവെഴുത്തുകളെ വെളിപ്പെടുത്തേണ്ടതിന് അവരുടെ കണ്ണുകളെ തുറന്നു. എല്ലാ ബൈബിളൊന്നും ഉയർത്തിപ്പിടിച്ചേ, എല്ലാ ബൈബിളും ഉയർത്തിപ്പിടിച്ചേ. ഈ
വിശുദ്ധ ഗ്രന്ഥത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്കറിയാമോ, എല്ലാ പുസ്തകത്തിൻ്റെയും പുറകിൽ ഒരു എഴുത്തുകാരനുണ്ട്. ആ എഴുത്തുകാരൻ്റെ ആത്മാവും ചിന്തയും ആശയങ്ങളുമാണ് ആ പുസ്തകത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. വിമർശകന്റെ വിമർശനങ്ങൾ വായിച്ചുകൊണ്ടിരുന്നാൽ നീയും ഒരു വിമർശകനാകും. കാരണം വിമർശനത്തിന്റെ ആത്മാവ് നിന്നിലും വ്യാപരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്. സ്നേഹത്തെക്കുറിച്ച് നന്നായി ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ദൈവസ്നേഹമുള്ള കർത്തൃദാസന്മാരുണ്ട്. അവരുടെ ശുശ്രൂഷയിൽ പങ്കെടുത്താൽ നിങ്ങൾ ഓരോരുത്തരും പിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. വർഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അഭിഷിക്തന്മാരുണ്ട്. ആരാധനയ്ക്ക് അവരുടെ ശുശ്രൂഷയിൽ പങ്കെടുത്താൽ ഒരു 3-4 പാട്ടെങ്കിലും കുറഞ്ഞത് കാണും. സ്തോത്രം. ഓരോരുത്തരിലും വ്യാപരിക്കുന്ന ആത്മാവിന്റെ പകർച്ചയാണ് നമ്മൾ അടിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആളുകളെ വിളിക്കണമെന്ന് ഈ ദൈവദാസന്മാര് പറയുന്നത്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തിന്റെ പിറകിൽ വ്യാപരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണ്. ബൈബിളിന്റെ എഴുത്തുകാരൻ, വിശുദ്ധ ബൈബിളിന്റെ പുറകിലെ യഥാർത്ഥ എഴുത്തുകാരൻ, ഓഥർ, ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ഇത് കേൾക്കുന്നവനിൽ ജീവൻ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത് പ്രസംഗിക്കുന്നിടത്ത് വിടുതൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനം പ്രഭാഷണം നടത്തുന്ന ജീവിതങ്ങളും ദേശവും വിടുവിക്കപ്പെടുന്നത്. ഈ ബൈബിള് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇത് വായിക്കുമ്പോ ഉറക്കഗുളിക കഴിക്കാത്തവന് ഇത് തുറന്നാ ഉറങ്ങും. ഇത് വായിക്കുമ്പോ ഉറക്കം വരരുത്. ഇത് വായിക്കുമ്പോ എനിക്ക് മനസ്സിലാകണം, ഇത് വായിച്ച് പഠിക്കണം, ഇതെനിക്ക് ഗ്രഹിക്കണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ഗ്രൗണ്ടിലുണ്ടോ? ചിലര് പറയുന്നുണ്ട്, ഭാഷ ഞാൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം മറന്നു പോവുകയാണ്. അതുകൊണ്ടാണ്, അതൊക്കെയാണ് ഈ ഭാഷമാരുടെ വിജയവും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് മറക്കാതിരിക്കണോ? ഇത് ഗ്രഹിക്കണോ? വേദപുസ്തകം തുറന്ന് മുന്നിലേക്ക് വെച്ചിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, ഈ തിരുവെഴുത്തുകളെ ഗ്രഹിപ്പാൻ എനിക്ക് കൃപ തരണമേ. ഈ തിരുവെഴുത്തുകളുടെ പിറകിൽ നീയാണ് വ്യാപരിക്കുന്നത്, നീയാണിത് വെളിപ്പെടുത്തിയത്. ഇതിന്റെ സത്യങ്ങളെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. മാത്സ് അറിയാവുന്നവനെ മാത്സ് പഠിപ്പിക്കാൻ കഴിയൂ, കെമിസ്ട്രി അറിയാവുന്നവനെ കെമിസ്ട്രി പഠിപ്പിക്കാൻ കഴിയൂ, ഇംഗ്ലീഷ് അറിയാവുന്നവനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയൂ. ബൈബിൾ എഴുതിയ ആത്മനിയോഗത്തിൽ ആത്മാവിന് മാത്രമേ ഇത് നിന്നെ പഠിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ആ ഷണ്ണൻ ചോദിച്ചത്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാൻ ഇല്ലായകയാൽ ഞാൻ ഇത് എങ്ങനെ ഗ്രഹിക്കും? കൂടെ കയറിയിരിക്കാൻ പറഞ്ഞു. ആത്മാവുള്ളവൻ കൂടെ കയറിയിരിക്കാൻ പറഞ്ഞു. അവൻ കൂടെ കയറിയിരുന്നു. പ്രവാചകൻ പ്രവചിച്ച തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തു. ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ ഇന്നുവരെ എനിക്ക് യേശുവിനെ ലഭിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് യേശുവിനെ വേണം. എനിക്ക് അവനെ കൂടുതലായി അറിയണം. അവൻ്റെ ആത്മാവിലും അവൻ്റെ ശക്തിയിലും എനിക്ക് നിലനിൽക്കണം. ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ഒരു നിമിഷം എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവുമായിട്ടൊന്ന് കണക്റ്റഡ് ആയി ദൈവത്തിൻ്റെ ആത്മാവിനോടുള്ള കൂട്ടായ്മയിലൊന്ന് വർദ്ധിച്ച് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി വെള്ളത്തിന് മീതെ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവ്, പെന്തിക്കോസ് നാളിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഒരു മനുഷ്യൻ പോലും ഇവിടുന്ന് മൂവ് ചെയ്യരുത്. 2 മിനിറ്റുകൾക്കകത്ത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ആ നിൽക്കുന്ന നിൽപ്പിൽ എല്ലാ കണ്ണുകളും അടച്ച്. ഓ ഷിജിൻ ബ്രദർ, ആരാധന. ഓ റബ ഷേഖലബഹസിയദന. എന്നെ നോക്കിയേ, എന്നെ നോക്കിയേ. There is only one redeemer. ഒരേ ഒരു വീണ്ടെടുപ്പുകാരൻ, അത് യേശുവാണ്. ഒരേ ഒരു രക്ഷകൻ, അത് യേശുവാണ്. ഈ ഗ്രൗണ്ടിൽ ഇന്ന് വരെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ടില്ലാത്തവർ, ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്തിട്ടില്ലാത്തവർ, എൻ്റെ ജീവിതത്തെ ഞാൻ യേശുവിനായി നൽകുന്നു, ഒരു പുതിയ ജീവിതമുണ്ടാകാൻ, ഒരു രൂപാന്തരമുണ്ടാകാൻ എന്നെ കർത്താവിന് തരുന്നെന്നുള്ളവരെന്ന് കൈ ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്
ആ കരങ്ങൾ നന്നായിട്ട് ഉയർത്തിയേ. ഓ ഹല്ലേലൂയ. ഒരു ദൈവിക സ്പർശനം ആഗ്രഹിക്കുന്നവർ, ഒരു വിടുതൽ ആഗ്രഹിക്കുന്നവർ, സൗഖ്യം ആഗ്രഹിക്കുന്നവർ, ഒരു അഭിഷേകത്തിന് വേണ്ടി കൊതിക്കുന്നവർ, ആ നിൽക്കുന്ന സ്ഥലങ്ങളെ വിട്ട് ഓടി മുൻപിലേക്ക് വന്നേ. പെട്ടെന്ന് മുന്നിലേക്ക് വന്നേ. സൗഖ്യത്തിനായി, അഭിഷേകത്തിനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന മുഴുവൻ ജനവും, can you please come quickly, come forward. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. മോനെ കുറച്ചുകൂടെ മുന്നോട്ട് കരുതിക്കാം. നിങ്ങളുടെ രോഗങ്ങളെ യേശു സൗഖ്യമാക്കും. നിങ്ങളുടെ ബന്ധനങ്ങളെ യേശു വിമോചനമാക്കും. Can you please come forward? Lord, I need the healing. സഹോദരിമാരെ, നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദയവായി മുൻപിലേക്ക് വന്നാട്ടെ. ഞാനൊരു പൂർണ്ണനല്ല. എനിക്ക് ഇന്ന് രാത്രി ദൈവശക്തിയാൽ നിറയണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവെ നീ എന്നെ തൊടണം. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ജയമുണ്ടാകാൻ, എനിക്ക് പാപത്തെ ജയിക്കാൻ, ലോകത്തിന്റെ തിന്മകളെ ജയിക്കാൻ, എന്റെ കണ്ണുകളെ, എന്റെ കാതുകളെ എനിക്ക് ജയിക്കാൻ, എന്റെ ജഡത്തിന്റെ ഇച്ഛകളെ ജയിക്കാൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞങ്ങൾ തന്നെ കൊള്ളരുതാത്തവരായി പോകാതിരിക്കുവാൻ ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങൾ ദണ്ഡിപ്പിച്ച് അടിമപ്പെടുത്തുന്നു. ഓ ജീസസ്. ഈ 2026 വിക്ടോറിയസ് ആകാൻ, വിജയകരമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നിലേക്ക് വരാം. ഈ വർഷം വിജയകരമാകാൻ ആഗ്രഹിക്കുന്നവർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ കൈകളും ഉയർത്തി പിടിച്ചാണ്. എല്ലാ കരങ്ങളും ഉയർത്തി യേശുവിനാരാധന, കർത്താവേ നീ ഇവരെ ഹീൽ ചെയ്യണമേ, നീ ഇവരെ ഹീൽ ചെയ്യണമേ, നീ ഇവരെ സൗഖ്യമാക്കണമേ. In the name of Jesus. വായ്കൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വായ്കൾ തുറന്ന് ശബ്ദം ഉയർത്തി, ശബ്ദം ഉയർത്തി. കർത്താവേ രോഗികൾ സൗഖ്യമാകട്ടെ. ഈ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ രാത്രി നിങ്ങൾക്ക് നാളെ കിട്ടില്ല. ഒരിക്കലും മടിക്കരുത്. തന്റെ ഏകജാതനായ മകനെ കൊടുക്കാൻ മടിക്കായിക കൊണ്ട് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാം അനുഗ്രഹിക്കപ്പെടാൻ ഒറ്റ കാരണമേ ഉള്ളൂ, മടിക്കായിക കൊണ്ട്. മടിക്കായിക കൊണ്ട്, മടിക്കായിക കൊണ്ട്. ഇന്ന് രാത്രിയിൽ മുന്നോട്ട് വരണം, മുന്നോട്ട് വരണം. പ്രാർത്ഥന ആവശ്യമുള്ളവർ, വിടുതൽ ആവശ്യമുള്ളവർ, അന്യഭാഷയിൽ ഇതുവരെ അന്യഭാഷ സംസാരിച്ചിട്ടില്ല, അന്യഭാഷ അടയാളത്തോട് അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ മുന്നിലേക്ക് വരണം. ഒരു ദൈവശക്തി ആഗ്രഹിക്കുന്നവർ മുന്നിലേക്ക് വരണം. ഒരു ദൈവിക സ്പർശനം കൊതിക്കുന്നവർ, ഈ മുന്നിൽ നിൽക്കുന്നവർ പ്രാർത്ഥിക്കാൻ തുടങ്ങണം, പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ശബ്ദമുയർത്തി സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ കർത്താവേ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാകട്ടെ. എല്ലാ അസ്ഥികളുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, എല്ലാ അസ്ഥികളുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഷോൾഡർ പെയിനുകൾ ഹീലാകട്ടെ. നിങ്ങൾക്ക് എവിടെയാണോ വേദനയുള്ളത്, നിങ്ങൾക്ക് എവിടെയാണോ പ്രയാസമുള്ളത്, നിങ്ങളുടെ കരം അവിടേക്ക് വെച്ചാട്ടെ. ആ മുഴയുള്ള ഭാഗത്ത് കൈകൾ വെച്ചാട്ടെ, ആ ക്യാൻസറുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ചാട്ടെ. Where you having the problem in your body, നിങ്ങളുടെ ശരീരത്തെ എവിടെയാണ് പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നത്? തോളലിലാണോ, കഴുത്തിനാണോ? യേശു സൗഖ്യദായകൻ എന്ന് വിശ്വാസമുള്ളവർ, അവൻ മരണത്തെ ജയിച്ചിന്നും ഉയർത്തെഴുന്നേറ്റവൻ എന്ന് വിശ്വാസമുള്ളവർ, ആ രോഗമുള്ള ഭാഗത്തേക്ക് കരങ്ങൾ വെച്ചേ, ആ വേദനയുള്ള ഭാഗത്തേക്ക് കരങ്ങൾ വെച്ചേ. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യെശയ്യാ പ്രവചനം 53:5 അവന്റെ അടിപ്പിണറുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സങ്കീർത്തനം 103:3 അവൻ നിന്റെ സകല അകൃത്യങ്ങളെ മോചിക്കുന്നു,
നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. യിരെമ്യാ 33:6 ഞാൻ നിനക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യം വരുത്തി തരുന്നു. മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരാലെ അടയാളങ്ങൾ നടക്കും. നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. അവർക്ക് സൗഖ്യം വരും. അവർക്ക് സൗഖ്യം വരും. അവർക്ക് സൗഖ്യം വരും. മത്തായി 21:22 നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചത് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. കർത്താവേ, ഇപ്പോൾ അവർ എവിടെയാണോ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നത്, അവർ എന്തിനു വേണ്ടിയാണോ നിലവിളിക്കുന്നത്, എന്തിനു വേണ്ടിയാണോ കരയുന്നത്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അടിപ്പിണരാൽ, in the name of Jesus, in the name of Jesus, ശബ്ദമുയർത്തി യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, ശബ്ദമുയർത്തി യേശുവേ, യേശുവേ എന്ന് വിളിച്ച്, ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി യേശുവേ എന്ന് വിളിച്ച്, പരിശുദ്ധനേ യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, പരിശുദ്ധനേ യേശുവേ എന്ന് വിളിച്ച്, call upon his name, ആരാധ്യനേ യോഗ്യനേ യേശുവേ, തലമുറകളില്ലാത്ത കുടുംബങ്ങളെ ദൈവം സന്ദർശിക്കട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ. നിങ്ങളുടെ കുടുംബത്തെ ദൈവം സന്ദർശിക്കുകയാണ്. നിന്റെ ഭവനത്തെ ദൈവം സന്ദർശിക്കുകയാണ്. നിന്റെ കുടുംബത്തെ ദൈവം സന്ദർശിക്കുകയാണ്. യോഗ്യനേ യേശുവേ, പരിശുദ്ധനേ ആരാധ്യനേ യോഗ്യനേ യേശുവേ, പരിശുദ്ധനേ ആരാധ്യനേ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. എല്ലാ വേദനകളും, എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹീലാകട്ടെ. പരിശുദ്ധനേ ആരാധ്യനേ യോഗ്യനേ, വർഷങ്ങളായി നിൽക്കുന്ന വേദന കരമടിക്കേണ്ടവർക്ക് കരമടിക്കുക, സ്തുതിക്കേണ്ടവർക്ക് പരിശുദ്ധനേ ആരാധ്യനേ യോഗ്യനേ യേശുവേ, സുന്ദരനേ സുന്ദരനേ അതിശയനേ മഹോന്നതനേ പ്രിയനേ സുന്ദരനേ അതിശയമേ മഹോന്നതനേ എൻ പ്രിയനേ പരിശുദ്ധനേ ആരാധ്യനേ യോഗ്യനേ യേശുവേ പരിശുദ്ധനേ ആരാധ്യനേ യോഗ്യനേ യേശുവേ പരിശുദ്ധനേ ആരാധ്യനേ യോഗ്യനേ പരിശുദ്ധനേ ഇരുളിന്റെ ശക്തികൾ ആരാധ്യനേ യോഗ്യനേ യേശുവേ പരിശുദ്ധനേ ആരാധ്യനേ യോഗ്യനേ യേശുവേ പരിശുദ്ധനേ
ആരാധ്യനേ കരങ്ങളെ അടിച്ച് ആരാധിച്ച്. യോഗ്യനേ യേശുവേ ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധനേ ഇരു കരങ്ങളും അടിച്ച് ഇരു കരങ്ങളും അടിച്ച് ഓ റബബബ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടക്കാൻ ആദിയിൽ എന്ന പോലെ ആത്മാവേ അമിത ബലം തരണേ. പരിശുദ്ധാത്മാവേ, സഹോദരന്മാരെ, കണ്ണുകൾ അടച്ച് കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇതിൽ നിൽക്കുന്നവർ, ഗ്രൗണ്ടിൽ നിൽക്കുന്നവർ, ഇരു കരങ്ങളും അടിച്ച് ശബ്ദമുയർത്തി ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ, ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണമേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കണമേ,